ഒന്ന് മാറിയേ. ശിവരാമ. ഉവ്വ്, ശിവരാമൻ തന്നെ. ലോഹ്യം പറയാനൊന്നും സമയമല്ല ടീച്ചറെ. വഴിപാടെന്താ വെച്ചാ പറഞ്ഞോളൂ. ഇങ്ങനെ മുഖത്തടിച്ചവളെ പറയാൻ താൻ ആരാ ശിവരാമ? ഇവിടുത്തെ പ്രതിഷ്ഠയോ? ഒന്ന് പോടോ. ഒന്നുമില്ലേലും താൻ കണ്ടക്ടർ പണി എടുക്കുന്ന കമ്പനി തന്നെയല്ലേ എന്റെ മോൻ മാനേജർ പണി എടുക്കണത്? അത് തന്നെയാ ടീച്ചറെ ഈ പറഞ്ഞത്. നേരം വൈകി ഡ്യൂട്ടിക്ക് ചെന്നാൽ ആ മോൻ തന്നെ എന്നിട്ട് ചാടിക്കണേ. അങ്ങനെ പറ, അതിലൊരു ഗുരുത്വമുണ്ട്. ശിവരാമൻ എഴുതിക്കോളൂ, ഒരു സ്വയംവര പുഷ്പാഞ്ജലി. പേര് സുധാകരൻ, നക്ഷത്രം കാർത്തിക, സ്വയംവര പുഷ്പാഞ്ജലി. ഇത് 100ാമത്തെയോ 200ാമത്തെയോ സ്വയംവര പുഷ്പാഞ്ജലിയാണല്ലോ ടീച്ചറെ. സുധാകരന്റെ സ്വയംവരത്തിന് എന്താ ഇത്രയും താമസം? അത് തന്നെ ഞാനും ആലോചിക്കണത്. വേനൽക്കാലം ആയതുകൊണ്ടാവും. മന്ത്രങ്ങളൊന്നും അങ്ങോട്ട് ഏക്കണില്ല ശിവരാമ. നീ 11 ദിവസത്തേക്കല്ലേ സോപാനം പാടാൻ പ്രാർത്ഥിച്ചത്. ഞാനത് 21 ദിവസത്തേക്ക് ഷീട്ട് മുറിപ്പിച്ചു. ഇനി പിശുക്കിന്ന് വെച്ച് ദൈവം പ്രസാദിക്കാതിരിക്കണ്ട. പൊതുവാളിനെ കാലത്ത് അമ്പലത്തിൽ കണ്ടുവല്ലോ. ഞാൻ പോവാ. കുഞ്ഞുങ്ങളില്ലാത്തതിന് അമ്പലത്തിൽ കുറച്ചു ദിവസം സോപാനം പാടിയാ മതിയെന്ന് ജാതകം നോക്കിയപ്പോ പണിക്കര് പറഞ്ഞു. ഇന്നാ തുടങ്ങിയത്. ഒരു കുഞ്ഞില്ലാത്ത ഞങ്ങളുടെ വിഷമം പാട്ട് കേട്ടിട്ടെങ്കിലും ദൈവം മനസ്സിലാക്കട്ടെ. അല്ലാതെ ഞാൻ എന്താ പറയാ? പാട്ടുപാടി ആരും കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചതായിട്ട് ചരിത്രത്തിൽ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല പങ്കജം. ബുദ്ധി ഉപയോഗിച്ച് വേറെ വല്ലതും ചെയ്യാൻ പറ. കുഞ്ഞുങ്ങളുടെ രസം കണക്കിനുണ്ടാവും. ഈ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും തമാശ. ഒരു കുഞ്ഞിന് വേണ്ട മരുന്നൊക്കെ നിങ്ങളുടെ കൈ സ്റ്റോക്ക് ഉണ്ടാവും. ഒന്ന് അറിഞ്ഞു പെരുമാറ്. ദേ തൊട്ടില് ഞാൻ കെട്ടിത്തരാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, സഹായിക്കണേ, രക്ഷിക്കണേ. ഭാവിയിൽ എനിക്കും പാതിരാപ്പണിക്കരെ പോലെ ട്രാൻസ്പോർട്ട് കമ്പനി ഉണ്ടാക്കാനുള്ള വഴി കാട്ടിത്തരണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. അയ്യപ്പ, ശബരിമല ശാസ്താവേ, എന്റെ അമ്മയ്ക്ക് അച്ഛന് അസുഖങ്ങളൊന്നും വരുത്തരുതേ. അവരെ നല്ല നിലയിൽ എത്തിച്ചു തരണേ. മുതലാളി, എന്റെ സമസ്ത ദുഃഖങ്ങളും എന്റെ സമസ്ത സന്തോഷങ്ങളും അറിയാവുന്ന ലോകത്തിലെ ഏക വ്യക്തി മുതലാളിയാ. മുതലാളിയെ അയ്യപ്പന്റെയും ഗുരുവായൂരപ്പന്റെയും കൂടെ ഇരുത്തിയതേ മുതലാളിയെ ഞാൻ ദൈവത്തെ പോലെ കാണുന്നോണ്ടാ. മുതലാളിയും ദൈവം രക്ഷിക്കും. ഞാൻ എന്ത് സ്വപ്ന കണ്ടത് ഭഗവാനെ? ആരെപ്പോ വന്ന് എന്നെ മണിയടിച്ചത്? ഓ, അവള് ഫസ്റ്റ് ഗിയറിലാ ഓടണേന്ന് തോന്നണേ. കാദംബരി, കാദംബരി, നീ ആ ഗിയർ ഒന്ന് മാറ്റി ടോപ്പിലേക്ക് തട്ട്. എനിക്ക് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാനാ. ഫസ്റ്റ് ഗിയറിൽ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ എന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. മോളെ, നീ ആ ഗിയർ ഒന്ന് മാറ്റ്. ഇതാരത്? ഓ എന്റെ അമ്മേ. കാപ്പി കാലത്ത് തന്നെ നിന്റെ ഒരു ഫ്ലാസ്ക് മോന്ത. കൊച്ചമ്മ എഴുന്നേറ്റായിരുന്നു, കൊച്ചമ്മയ്ക്കും കൊടുക്കാമായിരുന്നു. അവള് നല്ല ഉറക്ക. മോനെ ഊട്ടിയിലും മോളെ അമ്മൂമ്മയുടെ അടുത്തും കൊണ്ടാക്കിയിട്ട് 10-15 ദിവസം ചുറ്റിയടിച്ചു വന്നതിന്റെ ക്ഷീണം കാണില്ലേ? ഉണർത്തണ്ട. അതെന്ത് ശബ്ദം മലയാളി കേൾക്കുന്നേ? അത് അവളൊന്ന് ബ്രേക്ക് ഇട്ടതാ. നിനക്ക് അതിൽ എന്തെങ്കിലും വിഷമണ്ട? അങ്ങനെയൊന്നുമില്ല. മനുഷ്യനും ഉറങ്ങാൻ നേരത്തല്ലേ മറ്റും. ഇമ്പിച്ചി, ഇമ്പിച്ചി, എടോ ഇമ്പിച്ചി കോയാ. ഇവന് എവിടെ പോയി കിടക്കാ? ഇവിടെ താൻ എവിടെ പോയി കിടക്കായിരുന്നു? ഞാനൊന്ന് മുള്ളാൻ പോയതിന് ചൂടാവാതൊന്ന് തണുക്കാൻ. ഇത്രയും ദൂരത്ത് പോണോ? ഇതിനകത്ത് സ്ഥലം ഉണ്ടായിരുന്നല്ലോ. അതൊരു സ്പെഷ്യൽ മുള്ളലാ. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു മനസ്സിലാവും. ബസിന്റെ ബാക്ക് ടയർ പൊട്ടി ക്യാൻവാസ് ഒക്കെ ഇവിടെ എവിടെ പോണേ? മൈസൂരിൽ ആനക്കാട്ടിൽ വെച്ച് ടയർ പൊട്ടിപ്പോയി. ആ വിവരം ഒന്ന് മുതലാളിയെ വിളിച്ചു പറയണം. താക്കോലോടൊക്കെ ഫോൺ ചെയ്യട്ടെ. അതെ, ഈ വിവരം മുതലാളിയോട് പറഞ്ഞതിലും ഭേദം സുധാകരനോട് പറയണമെന്നല്ലേ. സുധാകരനെ മുതലാളിയോട് പറഞ്ഞോളൂ. അല്ലെങ്കിൽ മുതലാളി മത്തായി ചേട്ടന്റെ വാൽക്യൂ പോരും. കൃഷ്ണ, ഗുരുവായൂരപ്പ, മുതലാളി. ഞാനിവിടെ അടുത്തെവിടെ ഉണ്ട്, കണ്ടുപിടിക്കാൻ പറ്റൂ. രമണി. വിടില്ല. നിന്നെ
നിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കാൻ പോവാ. എന്തൊരു മണിയടിയായിരുന്നു. ഇങ്ങനെ മണിയടിച്ചാൽ ദൈവം പ്രസാദിക്കും. മണിയടിയിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് രമണി ഞാൻ. മണിയടി കൊണ്ട് ഇക്കാലത്ത് എന്തെങ്കിലും കാര്യം നടക്കൂ? നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങേരൊന്ന് ശരിയാക്കി തരണ്ടേ? അടുത്ത മേടത്തിന് മുമ്പെങ്കിലും നമ്മുടെ വിവാഹം നടന്നു കാണുമെന്നും പറഞ്ഞ് അമ്മ നടത്തുന്ന സ്വയംവര പുഷ്പാഞ്ജലി ഇത് എത്ര എണ്ണ എന്ന് രമണിക്ക് അറിയോ? മേടത്തിന് മുമ്പൊന്നും എന്റെ പരീക്ഷ കഴിയില്ല. ആ പിന്നെ പുതിയൊരു ഗാർഗാച്ചോളി ഇറങ്ങിയിട്ടുണ്ട്. താഴെ മെറൂണും മേലെ ക്രീമും. ഇന്നലെ എന്ന പടത്തിൽ ശോഭനയിട്ടിരുന്നില്ലേ, അതുപോലത്തെ. ഓ അടുത്ത മാസം ശമ്പളം ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് മേടിച്ചു കഴിഞ്ഞു. 1-ാം തീയതി ആവട്ടെ. വാങ്ങിച്ചേരോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അമ്മ ഇവിടെ കണ്ടില്ലല്ലോ. അതിന് ഞാൻ ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയല്ലേ നീ അങ്ങോട്ട് പോയത്? ഞാൻ സുധാരേട്ടനൊരു പൂവ് എടുക്കാൻ വേണ്ടി. എത്ര പൂ വേണമെങ്കിലും കൊടുത്തോ മോളെ, നിന്നെ എനിക്ക് ഇഷ്ടാ. അവന്റെ അച്ഛനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. അങ്ങേർക്ക് നിങ്ങളുടെ സ്നേഹവും പ്രേമവും ഒന്നും അറിയില്ല. പരീക്ഷ കഴിയേ വേണ്ടു. അച്ഛൻ വന്ന് സുധാരേട്ടന്റെ അച്ഛനെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി, അതാണ് എന്റെ ശരി. എന്നാലും ഞാനൊരു കാര്യം പറയാം. പ്രേമിക്കാൻ ഞാനും പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു അടക്കവും ഒതുക്കവും വേണം. അല്ലെങ്കിൽ മൊത്തം ഒരുമാതിരി ഈ അധികം വന്ന ചോറ് മാതിരി കയ്യിലിട്ട് ഉരുട്ടാനും പറ്റില്ല, തിന്നാനും പറ്റില്ല. സുധാരേട്ടനോട് എനിക്കുള്ള സ്നേഹത്തിൽ കൂടുതൽ ബന്ധമെന്ന് വെച്ചാലും ഞാൻ ഇങ്ങനത്തെ വേറൊരാൾക്ക് വിളമ്പില്ലമ്മേ. എനിക്കത് വയ്യ. നീ എന്താടി പിന്നെ പറഞ്ഞിട്ട് പോണേ? ഈ ടിക്കറ്റ് ഒന്ന് നോക്കിയേ. കഴിഞ്ഞോണത്തെ ഫസ്റ്റും സെക്കൻഡ് തേർഡും ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി മാഷേ. ചിലപ്പോ 4th കാണും. നോക്കിയേ. രമണിക്ക് റോസാപ്പൂക്കൾ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ മോശമാണ് പ്രകാശ. രമണിയുടെ വീടിനടുത്ത് താമസമാക്കിയ അന്നു മുതൽ രമണി എനിക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ ഒരു റോസാപ്പൂ തരുന്നതിൽ എതിര് പറയരുത്. സമ്മാനം എന്ന് പറയാൻ അവസാനത്തെ നമ്പറിൽ 5 ഉറുപ്പിയുണ്ട്. വേറെ ടിക്കറ്റ് എടുത്തേ? അയ്യോ ടിക്കറ്റ് വേണ്ട, എനിക്ക് ചക്രം തന്നാ മതി. ഇപ്പൊ പണമാണ് ആവശ്യം. പണമൊന്നും ഇല്ല ശിവരാമ, ഇതുവരെ ടിക്കറ്റ് ഒന്നും വേണ്ടിട്ടില്ല. അല്ല ഗംഗാര ഇന്നും വാങ്ങാതെ പോയല്ലേ? അവൾക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഇത്ര നേരം സംസാരിക്കില്ല. പോട്ടെ പ്രകാശ, അത് കാര്യമാക്കണ്ട. എന്നെങ്കിലും ഒരു ദിവസം ഈ പൂവിനുള്ളിൽ ഒരു ചിത്രശലഭം പോലെ അവള് പറന്നു വീഴും. അന്നേരം ഒരു പിടി പിടിച്ചോണം. പിന്നെ നിന്റെ അച്ഛന് റബ്ബർ എസ്റ്റേറ്റ് ഉള്ള കാര്യമൊന്നും പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞേക്കരുത്. സ്നേഹം മുഴുവൻ റബ്ബറിനോടാവും, നിന്നോടാവൂല. പിന്നെ ഒരു ടിക്കറ്റ് എടുത്തേ. ബമ്പറാ? പിന്നെ 10 ലക്ഷം രൂപ ഒരു മാരുതി കാറും. എനിക്കിപ്പോ പണത്തിന് അത്യാവശ്യമുണ്ട്. നീ ഇതെടുത്തിട്ട് ഒരു 5 രൂപ എനിക്ക് ഇതും കൂടി ആവുമ്പോ എന്റെ അടുത്ത് ഇത്തവണത്തെ ടിക്കറ്റിന്റെ എണ്ണം 47. എന്നിട്ട് ഹേയ്, അവളത് വാങ്ങിയത് പോലും ഇല്ല. രമണിയല്ലേ ആള്. വഴിന്ന് എടുത്ത് ഒരു പൂ നീട്ടിയെന്ന് വെച്ച് അവൾക്ക് സുധാരണയുള്ള സ്നേഹം കുറയോ? സ്നേഹത്തിന്റെ പ്രശ്നമല്ല, എന്നാലും അവൻ ഏതാ ആള്? പ്രകാശൻ എന്നാ പേര്. മന്ദം പ്രകാശൻ എന്ന് ലോക്കൽ നെയ്. മൂലമറ്റത്തുകാരനാ തന്ത. വീട്ടുമുറ്റത്ത് 1-2 ഉണക്ക റബ്ബർ മരങ്ങളുണ്ട്. റബ്ബർ മുതലാളിന്ന് വിളിച്ചു കേൾക്കാൻ അങ്ങേർക്ക് വലിയ ഇഷ്ടമാണ്. എന്തായാലും അലോട്ട്മെന്റ് സമയത്ത് മോനെ പാക്ക് ചെയ്ത് അമ്മയുടെ വയറ്റിലോട്ട് അയക്കുമ്പോൾ ദൈവം 2-3 നട്ട്സ് ഊരി വെച്ചു. അതിന്റെ ഒരു കുറവുണ്ടോ എന്ന് ഒഴിച്ചാൽ അവൻ നമ്മളെക്കാളൊക്കെ സുന്ദരനാ. 17-ാം തീയതി ബോംബെക്ക് ബസ് ഉണ്ട്. ഉണ്ട്. ഇയാൾ അങ്ങോട്ട് പോയി ചോദിക്കും. എന്തൊരു കഷ്ടമാണത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ബസിന്റെ കാര്യം. എത്ര ടിക്കറ്റാ? 4 ടിക്കറ്റ്, 3 സ്ത്രീകളാ. ടയറില്ലാതെ ട്രിപ്പിന് കാര്യം പറയൂ. ടയറില്ലാതെ ട്രിപ്പിന് പോകാൻ പറ്റൂല. നല്ല സമയം നോക്കിയാ മുതലാളിയോട് ഒന്ന് പറ സുധാകര. എത്ര ടയർ പൊട്ടിയെന്ന് മുതലാളി എന്നെ രാവിലെ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു. ഇനി അങ്ങോട്ട് ചെന്നാ മതി. ചേട്ടാ, ടയർ പൊട്ടിയ കാര്യം നമ്മൾ പറയാണ്ട് മുതലാളി ഇങ്ങനെ അറിഞ്ഞു? ചിലപ്പോ പൊട്ടിയ ശബ്ദം കേട്ടിട്ടുണ്ടാവും. കേട്ടു, പൊട്ടിയ ശബ്ദം കേട്ടു. താൻ എങ്ങോട്ട് നോക്കിയിട്ടാണോ ബസ് ഓടിക്കണേ? നല്ല കണ്ണാടി പോലത്തെ റോഡാണല്ലോ ബോംബെക്കും ബാംഗ്ലൂർക്കും ഒക്കെ. തോന്നുമ്പോ ഡ്രൈവർമാർക്ക് പൊട്ടിക്കാൻ ഞാൻ എന്താ ബലൂണ വാങ്ങി തരണേ? ടയറല്ലേ മുതലാളി ഒന്നും പറയണ്ട, പോടാ. നിങ്ങളും പോ. സുധാരണ തന്നെ വിശ്വസിച്ച ഞാൻ 2 ലക്ഷറി ബസ് വാങ്ങിയത്. കാര്യങ്ങളൊക്കെ നേരാമണ്ണം നോക്കാതെ താനും മത്തായി ആവുകയാണെങ്കിൽ ബസ് 2 ഞാൻ തമിഴ്നാട്ടിലേക്ക് മാറ്റും. മുതലാളിയുടെ വിഷമം എനിക്കറിയാം. എല്ലാം ഞാൻ ഏറ്റു. ഏറ്റല്ലോ, അത് മതി. എന്തിനാ പുള്ളി ഉടുപ്പിട്ട് നിൽക്കണേ? ഇവിടെ വല്ല പുലിക്കളി ഉണ്ട്? സുധാര, അങ്ങേരെന്താ സുധാരനോട് രഹസ്യം പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. തങ്കം പോലത്തെ മനുഷ്യനാ. എന്തിനാ കൊച്ചമ്മ വെറുതെ സംശയിക്കുന്നത്? പുറത്ത് തങ്കം തന്നെയാ, അകത്ത് ചെമ്പുണ്ടോന്ന് ഈയിടെ എനിക്കൊരു സംശയം.
കുഞ്ഞെന്താ ഇത്ര നേരത്തെ? അരി അടുപ്പത്തിടാൻ പോകുന്നേ ഉള്ളൂ. മോനെ അച്ഛൻ വന്നടാ. അറിഞ്ഞു. പുറത്തെ ബോർഡിൽ പത്മശ്രീ വീരഭദ്രൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടുല്ലോ. അച്ഛൻ എന്നായി പത്മശ്രീ കിട്ടിയത്? അതിപ്പോ എല്ലാവർക്കും കിട്ടണതല്ലേ, അച്ഛനും കിട്ടിയിട്ടുണ്ടാവും. ഉവ്വ് ഉവ്വ്. ദേ, 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 ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അച്ഛൻ വന്ന് കാലും മുഖം കഴുകി തുടയ്ക്കാൻ ഞാൻ തോർത്തെടുത്ത് കൊടുത്തപ്പം എന്റെ കയ്യിലേക്ക് വെറുതെ ഒന്ന് നോക്കി അച്ഛൻ ചോദിക്കുക, ഇന്നിവിടെ സാമ്പാറില്ലേന്ന്. ഞാനപ്പോ സാമ്പാറിന് മുറിച്ചിട്ട് പോലും ഇല്ലെന്നേ. ആഹാ, അതിനിപ്പോ ഇവിടെ എന്നും സാമ്പാറല്ലേ? എന്തത്ര അതിശയം? പോടാ അവിടുന്ന്. നിനക്കല്ലേലും അച്ഛന്റെ ജോത്സ്യത്തിൽ വിശ്വാസമില്ലല്ലോ. നീ അച്ഛനെ കണ്ടില്ലല്ലോ. നല്ല മാറ്റമുണ്ട്, നല്ല തേജസ്സും. എന്തും മുഖത്ത് നോക്കി തുറന്നടിച്ചു പറയുന്ന പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുടെ അവസാനത്തെ വേരാണ് ഞാൻ. അതെന്താണ് സാർ? താങ്കൾക്ക് ശേഷം തായ്വേരിൽ പുതിയ വേരുകളൊന്നും മുളച്ചില്ലേ? മുളച്ചല്ലോ, ഒന്നേ ഒന്ന് മുളച്ചു. ആ ദേ നിക്കണു. അത് നേരാൻ വണ്ണം വളർന്നില്ല. എന്നാൽ തുറന്നു പറയണം. സത്യം സത്യമായി കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ ആദ്യം തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു തികഞ്ഞ കള്ളനാണ്. ശരിയാണ് ജോലിസരെ, ഞാൻ പുറത്തു വന്നിട്ട് 4 ദിവസമായിരുന്നു. പിന്നെ എന്നെ പറ്റി അച്ഛൻ നാട്ടുകാരോട് എന്ത് വേണേലും പറഞ്ഞോട്ടെ. മകനായി പോയില്ലേ, ഞാൻ ക്ഷമിച്ചോളാം. പക്ഷെ നാട്ടുകാരുടെ മുഖത്ത് നോക്കി കള്ളാന്നൊക്കെ വിളിച്ചോണ്ടല്ലോ, അവരെടുത്തിട്ടൊന്ന് തടവീന്ന് വരും. മോനെ ഊണ് കഴിച്ചിട്ട് പോവാടാ. എൻട്രൻസ് എക്സാമിനേഷന്റെ കോച്ചിങ്ങിന് എറണാകുളത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞ നേരാ? കിട്ടിയില്ലെങ്കിലും എൻട്രൻസ് പരീക്ഷ എഴുതുന്ന ഒരു ക്രെഡിറ്റ് ആണെന്ന് അച്ഛൻ പറയുന്നത്. വീട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും. ഏതായാലും എറണാകുളത്തൊക്കെ പോകുന്നതല്ലേ, എന്റെ വക നിന്റെ കയ്യിൽ ഒരു അടയാളം കിടക്കുന്നത് നല്ലതാ. അതൊരന്തസ്സല്ലേ? എങ്ങനുണ്ട്? കല്ലുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി നന്നായനെ. നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടടി. കല്ല് വെച്ച് ഇതേപോലെ 6 മോതിരം ഞാൻ നിനക്ക് വാങ്ങിത്തരും. ഇപ്പൊ ഇത് വേണോ അതോ? വേണം. സുധാരേട്ടൻ തരുന്നല്ലേ. വേണ്ടെന്ന് പറയാൻ ഈ ജന്മം എനിക്കാവില്ല. വല്ലതും പറ്റിയ ട്രെയിൻ എടുക്കുന്ന ബസ്സാ. നേരാമണ്ണം പിടിച്ചിരുന്നോ ഞാൻ നേരത്തെ പറഞ്ഞതാ, മറക്കണ്ട കേട്ടാ. മത്തായി ചേട്ടനൊന്ന് വളച്ചിട്ട് വരാം. മത്തായി ചേട്ടോ, വണ്ടി നമുക്ക് രമണിയുടെ സ്റ്റഡി സെന്റർ വഴി ഒന്ന് വിട്ടാലോ? മത്തായി ചേട്ടൻ അതൊരു റണ്ണുമാവും, രമണിക്ക് അവിടെ ഇറങ്ങുകയും ചെയ്യാം. എന്താ? അത് വേണോ സുധാര? അവളോട് നടന്നു പോകാൻ പറ. ഒരു പെണ്ണിന് വേണ്ടി അനാവശ്യമായി ജീവിതത്തിന്റെ സ്റ്റെറിങ് തിരിക്കണോ? വേണോ? നല്ല റോഡിലൂടെയാണ് ഇപ്പൊ വണ്ടി ഓടുന്നത്. നീ തിരിക്കാൻ പറയുന്നത് കട്ട് റോഡിലേക്കാ. റോഡ് ഇത്തിരി മോശവും. സാരമില്ല മത്തായി ചേട്ടാ, അവൾക്ക് എന്റെ ഈ ബസ്സില്, അല്ലല്ല നമ്മുടെ ഈ ബസ്സില് ഒരു ലിഫ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നത് നമുക്കൊക്കെ ഒരു അഭിമാനമല്ലേ? മത്തായി ചേട്ടൻ നോ പറയരുത്. കോളേജിന്റെ വാതിക്കെ കൂടെ വണ്ടി വിടാൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് അത്ര പിടിച്ചില്ല. പോയി പണിയാവട്ടെ അല്ലേ? ശിവരാമ, മത്തായിച്ചേട്ടാ, മത്തായിച്ചേട്ടാ ഒന്ന് എണീറ്റേ. ശിവരാമൻ എവിടെ? ശിവരാമൻ ആളില്ലാതെ ബാംഗ്ലൂർക്ക് ബസ്സിലോടി പുലർച്ചയ്ക്ക് ഒന്ന് കിടന്നിട്ടുള്ളൂ. നമ്മുടെ ശിവരാമന് ലോട്ടറി അടിച്ചു. 10 ലക്ഷം രൂപ മാരുതി കാറും ബമ്പർ അടിച്ചു. ശിവരാമ കോളടിച്ചു. എന്താ കാര്യം? നീ അന്ന് എന്നോട് വാങ്ങിച്ച ടിക്കറ്റില്ലേ, അതിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. 10 ലക്ഷം രൂപ ഒരു മാരുതി കാറും. ആരാണോ കൊച്ചു കണ്ടക്ടറെ? നീ വെറും മുതലാളിയല്ല, കണ്ടക്ടർ മുതലാളി. എനിക്കിപ്പോ പണത്തിനാണ് ആവശ്യം. നീ ഇതെടുത്തിട്ട് 5 രൂപ ഇങ്ങിതാ. ആ ടിക്കറ്റ് ഞാൻ മന്ദം പ്രകാശിന് വിറ്റു. ദ്രോഹി. അയ്യോ ശിവരാമ, ശങ്കര, എന്താ എന്താ? ശിവരാമന് ലോട്ടറി അടിച്ചു. നിന്നെ പറയട്ടെ, അത് മന്ദം പ്രകാശന് മറച്ചു വിറ്റു. ആർക്ക് മറിച്ചു വെച്ചാൽ ധാരല്ല, എന്റെ കമ്മീഷൻ കിട്ടും. പ്രകാശിന്റെ വീടവിടാ. ശിവരാമ, ഇത്രയൊക്കെ ആയിട്ടും പോത്തുപോലെ ഉറങ്ങണ്ടില്ല. പോത്തുപോലെ കിടന്ന് ഉറങ്ങിയല്ല, ബോധം കെട്ട് കിടക്ക. പോയി വെള്ളെടുത്തോണ്ട് ശിവരാമ, 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 ശിവരാമ. മാരുതി കാർ എപ്പ ഡെലിവറി എടുക്കണം? 10 ലക്ഷം രൂപ ഏത് ബാങ്കിലിടും? ഞാൻ എത്യോപ്യയിലേക്ക് പോട്ടെ. ഇവിടെ എത്യോപ്യ, എത്യോപ്യ. പാവം നട്ട് തെറിച്ചാ തോന്നണേ. തോഴ,
എന്റെ ടിക്കറ്റ് പോയി, ഞാൻ ആത്മഹത്യ ചെയ്യും. നിന്റെ സ്വന്തം അഭിപ്രായത്തിൽ ആത്മഹത്യ ചെയ്യണ്ട, നാലാളോട് അന്വേഷിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞുതരാം, അതുപോലെ നിങ്ങൾ ചെയ്യണം. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ 13% ബാങ്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ പലിശ. പഴയ ഇൻട്രസ്റ്റ് ഇപ്പോൾ പുതുക്കിയിരിക്കുക. ശരി, എല്ലാം കൊണ്ട് വലിയ മാറ്റങ്ങളല്ലേ ഇപ്പോൾ. കണ്ണൂടെ ഇപ്പൊ കണ്ണൂടാ നല്ല പലിശ നിരക്കും. ഒന്നെടുത്ത് തണുപ്പിച്ചോ. എപ്പോഴാ ബോധം വേണ്ടത്? ബോധം വന്നില്ല. പ്രകാശ, ഞങ്ങളുടെ ബാങ്കിന് വേണ്ടി ക്യാൻവാസ് ചെയ്തിരിക്കുകയാണ്. ഇത് ബാങ്കിന്റെ കാര്യമൊന്നും അല്ല മാഷേ. ഒന്ന് വന്നേ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? എന്റെ പൊന്നു പ്രകാശ, അന്ന് എനിക്ക് അബദ്ധം പറ്റിയതാ. ആ ടിക്കറ്റ് എന്റേതല്ലേ? അത് ഞാൻ ശിവരാമന്റെ അടുത്ത് വാങ്ങിച്ചതല്ലേ? അയ്യോ, ഞാനല്ലേ അത് ആദ്യം വാങ്ങിച്ചത്. അതെനിക്ക് തന്നൂടെ? നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്? എനിക്ക് ടിക്കറ്റ് തരാൻ പറ്റില്ല. മാറോ. സംഭവിച്ചേ ടിക്കറ്റ് നിങ്ങൾ കൊടുക്കും വേണ്ട, സമ്മാനത്തുക 50-50 ആക്കി കളയുന്നു. പറ്റില്ല. അതെല്ലാം പോട്ടെ, വട്ടച്ചെലൊരു 25,000 കൊടുത്തേരെ. ഇല്ല. അയ്യോ, ദേ മനുഷ്യത്വത്തിന്റെ പുറത്തെങ്കിലും ഒരു 5,000 രൂപ എനിക്ക് താ. 5 പൈസ ഞാൻ തരില്ല. നീ തരില്ലേ? വാങ്ങിക്കാൻ എനിക്കറിയാം. സമ്മാനം വാങ്ങിയിട്ട് കൈക്കും കാലിന് സ്വാധീനം ഉണ്ടെങ്കിലേ നീ വീട്ടിൽ കയറൂ. എന്റെ പുറകിലും ആൾക്കാരുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഞാൻ വാങ്ങിക്കൂടാ. അമ്മേ അമ്മേ കുമ്മേ എന്ന് വിളിക്കണ്ട. ചതിച്ചും പറ്റിച്ചിട്ട് നീ പണക്കാരനാകാൻ നോക്കണ്ട. ഞാൻ കൊണ്ടുകൊണ്ടിരിക്കാം. ചോദിക്കട്ടെ, രണ്ടെന്ന് വെച്ചാൽ കേട്ടില്ല. എന്നാലേ ഇതിന്റെ ഷെയർ നമുക്കും കിട്ടും, ഉറപ്പാ. എന്ത് വ്യത്യാസനെ? ഒന്നും പറ്റിയില്ല, ഒരു ലോട്ടറി അടിച്ചതാ. ഈ സുധാരേട്ടൻ കുളിക്കാൻ പോയിട്ട് എത്ര നേരായി? ഒന്ന് കണ്ടിട്ട് പോണോന്ന് കരുതിട്ടാ ഞാനിങ്ങനെ കാത്തു നിൽക്കുന്നത്. കുളിയുടെ കാര്യത്തിൽ അവൻ പെണ്ണുങ്ങളെക്കാളും കഷ്ടം. കുളത്തിലിറങ്ങിയ പോലെ വെള്ളം നിറച്ച് ചെമ്പി കിടന്ന് നീന്തുകയും ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ എതിര് പറയോ? എതിര് പറയണോ വേണ്ടായോ എന്ന് മരുമോളായിട്ട് വന്നതിന് ശേഷം പറയാം കേട്ടോ. തമാശയല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറയാം. അമ്മ ഒന്ന് ശുപാർശ ചെയ്താ സുധാരേട്ടന്റെ അച്ഛൻ എന്റെ കൈയൊന്ന് നോക്കും. ഒന്നുമില്ല, ഇത്തവണ എഴുതി പരീക്ഷയുടെ ടെൻഷനൊന്നും തീർന്നു കിട്ടാനാ. ഇതാണോ ഇത്ര വലിയ ആന കാര്യം? പരീക്ഷയുടെ കാര്യം മാത്രമല്ല മോളെ, നിന്റെ അച്ഛന്റെ പ്രൊമോഷന്റെ കാര്യം വരെ അങ്ങേര് പറയും. 18ാമത്തെ വയസ്സിൽ മഹാരാജാവിന്റെ വീരശ്രൃംഖല വാങ്ങിച്ച ആളാ സുധാകരന്റെ അച്ഛൻ. സംഗതി ഞാൻ ഏറ്റു. കുട്ടിയുടെ പേരെന്താ? രമണി. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലേ? അതെ. ഞാൻ മുഖത്തടിച്ചുള്ള കാര്യം പറയും. എന്തും വളച്ചു കെട്ടി പറയുന്ന പാരമ്പര്യമല്ല എന്റേത്. അതുകൊണ്ട് കുഞ്ഞിനോട് ഞാൻ ആദ്യമേ പറഞ്ഞു തരേണ്ടത് ആയുസിന്റെ കാര്യമോ പഠിപ്പിന്റെ കാര്യമോ ഒന്നും അല്ല. ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം. ഇപ്പം ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങിയാൽ ജീവിതം ഒരുവിധം പച്ചപിടിക്കും. അല്ലെങ്കിൽ മൊത്തം ഒരുതരം പുത്തരിക്കണ്ട മൈതാനം മതിയാവും. ഒന്ന് തെളിച്ചു പറഞ്ഞൂടെ? കുഞ്ഞ് അനാവശ്യമായ ഒരു പ്രണയബന്ധത്തിലാണെന്ന് രേഖ പറയുന്നു. കഴിയുന്നതും വേഗം തലയുരിക്കോ, അല്ലെങ്കിൽ സർവനാശം ഫലം. അതായത് ഈ കല്യാണം നടന്നാൽ നീ വിധവയാവും. അവളൊരു സ്നേഹബന്ധത്തിലാണെങ്കിൽ അത് നമ്മുടെ അമ്മ സുധാകരനുമായിട്ടാ. നീ വിറച്ചോണ്ട് വന്നത് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി. ആരുമായുള്ള ബന്ധമായാലും വേണ്ടില്ല, രണ്ടാനും ഒരുക്കമാണെങ്കിൽ അവളെ രേഖ മുറുക്കിപ്പിച്ചോട്ടെ. കുഞ്ഞേ, എന്റെ മുമ്പിൽ ഇപ്പോൾ ഈ കൈപ്പത്തി മാത്രമേ ഉള്ളൂ. ഗുരുക്കന്മാരെ സാക്ഷി നിർത്തി ഞാൻ കുഞ്ഞിനോട് പറയാം, ഈ അനാവശ്യ പ്രണയബന്ധം കുഞ്ഞിന്റെ ജീവിതം കലക്കും. എനിക്കിനൊന്നും കേൾക്കണ്ട. നിങ്ങളിത് എന്ത് ദ്രോഹം ചെയ്തേ? രമണി, എന്തു പറ്റി? എന്താ ഉണ്ടേ? ഓടാതെ കാര്യം പറ രമണി. എന്താ ഉണ്ടായത്? ഇവിടെ എന്താ ഉണ്ടായെന്ന്? കലക്കിടാ മോനെ, നിന്റെ സ്നേഹബന്ധം നിന്റെ അച്ഛൻ തന്നെ കലക്കി. എന്തോ ഒരു സമയദോഷത്തിന് ആ കുഞ്ഞിന്റെ കൈ ഇങ്ങേരുടെ മുമ്പിൽ കൊണ്ട് നീട്ടാൻ എനിക്ക് തോന്നിയത്. ഇവൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരു ബന്ധം അത്. അതല്ലേ ഒറ്റ വാക്കിന് നിങ്ങൾ മുറിച്ചു കളഞ്ഞത്? ഇവൻ പൊന്നുപോലെ കൊണ്ട് നടന്നാലും അവളതിൽ ക്ലാവ് പിടിപ്പിക്കില്ല എന്ന് പറയാൻ നിനക്ക് പറ്റുമോ? അവളുടെ കയ്യില് എന്റെ മരുമകളാകാൻ വേണ്ട രേഖയുടെ ഒരു പൊടി പോലും ദൈവം ഇതുവരെ വരച്ചിട്ടില്ല. ഇനി വരയ്ക്കുമെന്ന് പറയാനും പറ്റൂല.
അവള് വാങ്ങിക്കുന്നതിലും ഭേദം അവൻ ആത്മഹത്യ ചെയ്യുന്ന. കണ്ണും പൂട്ടി വല്ലതും പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവൻ തുലയ്ക്കരുത്. പറയുന്നത് കേട്ടതൊന്നും എന്റെ കയ്യിൽ ആത്മഹത്യ രേഖയുണ്ടെന്ന്. ആദ്യം അച്ഛാന്ന് വിളിച്ചു പോയി, അല്ലെ കാണായിരുന്നു. എന്ത് കാണാമായിരുന്നു? നീ തലകുത്തി മറിഞ്ഞാലും എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല സുധാകര. നിനക്ക് മാത്രമല്ല ഇവൾക്കും. കാരണം എന്താണെന്ന് അറിയാമോ? സ്വന്തം മകന്റെയോ ഭാര്യയുടെയോ തല്ലുകൊള്ളാൻ യോഗമുള്ള ഒരു രേഖയും എന്റെ കയ്യിലില്ലടാ. അത് തന്നെ. ഇങ്ങനെ പോയാൽ അത് ആന ഉണ്ടായിക്കോളും. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയരുത്. നീയും ചോദിച്ചില്ലേ നിന്റെ കയ്യിൽ ആത്മഹത്യ രേഖയുണ്ടോ എന്നോ? ഉണ്ടടാ. നീ അവളെ കെട്ടേണ്ട താമസം അത് വളർന്നോളും. എന്തിനാടാ പുല്ലേ ജീവിതം കൊണ്ടുപോയി ഒരു കഷ്ണം കയറി തൂക്കുന്നത്? ആസ്വദിച്ച് ജീവിക്കാൻ നോക്കടാ. നീ ഇടിയൊട്ടി പോലെ നിൽക്കണ്ട. നാളെ ഞാൻ മധുരയ്ക്ക് ക്യാമ്പിന് പോവുകയാ. സാക്ഷാൽ മധുര മീനാക്ഷി ആണ്ടി ആ പെണ്ണിനെ ഇപ്പോഴെങ്കിലും എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയത് ആ വന്ന മീനാക്ഷിക്ക് നിന്റെ മുഖമാണെന്ന് മാത്രം. അച്ഛൻ ഇങ്ങനെ പലതും പലരോടും പറയാറുണ്ട്. അവരൊക്കെ അതും വിശ്വസിച്ച് ജീവിക്കുന്ന നിന്റെ വിചാരം? ഇതൊക്കെ ഒരു തമാശയായിട്ട് കരുതാനല്ലേ ഉള്ളൂ. ഇത് തമാശയല്ല, ജോത്സ്യത്തിൽ എനിക്ക് വിശ്വാസം. ഇനി അച്ഛൻ നമ്മുടെ ബന്ധം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ശരി, എന്റെ ജീവിതം പുത്തരിക്കണ്ട മൈതാനം പോലെ ആക്കാൻ ഞാനില്ല. നിനക്ക് എന്താ രമണി, ഭ്രാന്താണോ? നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന്? നമ്മൾ ഒന്നിച്ചുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നേരാ. എന്നുവെച്ച് എല്ലാം സഹിച്ച് നേടിയെടുക്കാൻ മാത്രം അതത്ര പ്രഷ്യസ് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നമ്മൾ എങ്ങനെ സ്നേഹിച്ചാലും ശരി, ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് എന്തോ ഒരു പേടി വന്നുപോയി. ഇനി എന്നെ കാണാൻ വരരുത്. രമണി, ഞാൻ കണ്ടാൽ തന്നെ സംസാരിക്കണ്ട. രമണി പോയി, എന്നെ വിട്ടു പോയി. അവള് പോയി. എന്നെ വിട്, എന്നെ വിട്. എനിക്കൊന്നുമില്ല. എന്താ ഇത്? എന്റെ മോനെ എന്ത് പറ്റി? ഓഫീസിൽ എത്തിയിട്ടില്ലായിരുന്നു. തെരഞ്ഞെറിഞ്ഞ് ഒടുവിൽ കടപ്പുറത്തിട്ട് പിടിച്ചു. ഈ കടപ്പുറത്ത് കാറ്റുകൊണ്ട് ആരായാലും ഉറങ്ങിപ്പോകും അല്ലേ? അല്ലാതെ വേറെ ഒന്നല്ല. ടീച്ചർ വിഷമിക്കണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും സുധാകരന്റെ നന്മക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വരട്ടെ. വരട്ടെ. മോനെ, എന്റെ മോനെ. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ജോത്സ്യം കാരണം മൂട്ടിലെ പൊടിയും തട്ടി അവളങ്ങ് പോയി. ഇവിടെ ചത്ത പോലെ കിടക്കുന്ന എന്റെ മോന. ഇവന്റെ കല്യാണം നടന്നു കാണാൻ ഞാൻ നടത്തി സ്വയംവര പുഷ്പാഞ്ജലിക്ക് കയ്യും കണക്കുമില്ല. ഒക്കെ കളഞ്ഞു വിളിച്ചു നിങ്ങളെ. രമണി പോയി. അവളെ നിനക്ക് വിധിച്ചിട്ടില്ല. എന്റെ മോ സമാധാനിക്ക്. കുഞ്ഞ് അനാവശ്യമായ ഒരു പ്രണയബന്ധത്തിലാണെന്ന് രേഖ പറയുന്നു. കഴിയുന്നതും വേഗം തലയുരിക്കോ. ഈ കല്യാണം നടന്നാൽ നീ വിധവയാണ്. എന്തൊരിപ്പാ മോളെ ഇത്. നീ ഇപ്പോഴും സുധാകരനെ ഓർമ്മിച്ചോണ്ടിരിക്കുകയാണോ? നിന്നെ സുധാകരനെ കെട്ടിച്ചു കൊടുക്കാൻ അമ്മയ്ക്കും ഇഷ്ടമായിരുന്നു മോളെ. നിങ്ങളുടെ കല്യാണം നടന്നാൽ അവൻ മരിച്ചു പോകുമെന്നും നീ വിധവയാവുമെന്നൊക്കെ അവന്റെ അച്ഛൻ തന്നെയല്ലേ നിന്റെ കൈ നോക്കി പറഞ്ഞത്? എങ്കിലും സുധാകരേട്ടൻ. എല്ലാം ദൈവവിധിയാണ് മോളെ. സുധാകരൻ മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കട്ടെ. മോൾ ഈ കാപ്പി കൊണ്ടുപോയി അവർക്ക് കൊടുക്ക്. പോ, ചെല്ലു മോളെ. ഗുഡ് മോർണിംഗ് മലയാളി. പെട്ടിട്ട് വെക്കി. ഗുഡ് മോർണിംഗ്.
ഞാൻ എടുത്തു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സുധാകരൻ ഇന്നും വന്നില്ലേ? ഇല്ല മുതലാളി. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? മുതലാളി, ഇവിടെ ബിസിനസ് ആകെ കുളമായിരിക്ക. ഇപ്പൊ തന്നെ ബാംഗ്ലൂർക്ക് വേണ്ട ബസ് ബോംബെക്കും, ബോംബെക്കും വേണ്ട ബസ് കന്യാകുമാരിക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെന്താടോ? ഇത് കാപ്പി ഓടോ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ റൂട്ട് ചാർട്ട് ചെയ്യാൻ ആളില്ല. അത് തന്നെ ഒടുക്കം ഈ ബസ്സെല്ലാം കൂടെ പാട്ടത്തിന് കൊടുക്കേണ്ടി വരും. മുതലാളി എങ്ങനെങ്കിലും സുധാകരൻ ഒന്ന് വളച്ചു കെട്ടുന്നതായിരിക്കും നല്ലത്. ചായ എടുത്തു കുടിക്കും സുധാകര. താൻ പിറകെ നടന്ന ആ പെണ്ണ് ലോട്ടറി അടിച്ച് ആ കോന്തൻ മന്ദനെയും കെട്ടി നമ്മുടെ ബസ്സില് ബാംഗ്ലൂർക്ക് മധുവിധിന് പോയത് നീ അറിഞ്ഞോ സുധാകര? ആ 2 ടിക്കറ്റിന് പകരം അവനെ മണി അടിച്ച് വീഴ്ത്തി അവനെ കൊണ്ട് നീ നമ്മുടെ ഒരു സ്പെഷ്യൽ ബസ് വാടകയ്ക്ക് എടുപ്പിക്കണമായിരുന്നു. അതായിരുന്നു ബുദ്ധി. നിന്നെ ഞാനൊരു ശമ്പളക്കാരനായിട്ടല്ല സുധാകര കാണണേ. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നിന്റെ സീറ്റില് ഇതിനകം പുതിയൊരാൾ വന്നെ. ഞാൻ തെറ്റിയതെന്ന് എനിക്കറിയാം. വേണമെന്ന് വെച്ചിട്ടല്ല മുതലാളി, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അത്ര തന്നെ. നാളെ മുതലേ നേരവണ്ണ ഓഫീസിൽ വന്നോളാം. സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നണ സുധാകര. നിന്നേക്കാൾ പണമുള്ള ഒരുത്തനെ കിട്ടിയപ്പോ നിന്നെ തടഞ്ഞ് അവള് മധുവിധുവിന് ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തു. അവരെക്കാൾ പണമുള്ള ഒരുത്തിയെ കെട്ടി നീ ബോംബെക്ക് ടിക്കറ്റ് എടുക്കടാ. നിനക്കും ഒരു മധുവിധുണ്ടെന്ന് അവൾ അറിയട്ടെ. നിനക്ക് സ്നേഹിക്കാൻ ഒരു ഭാര്യ വേണം, അത്രയല്ലേ വേണ്ടൂ. ആ കാര്യം ഞാൻ ഏറ്റു. ലോകത്തിൽ ഇന്ന് വരെ ഒരു മുതലാളിയും ഒരു തൊഴിലാളിക്ക് വേണ്ടി ബ്രോക്കർ പണി ചെയ്തിട്ടില്ല. നീ റെഡിയെന്ന് പറ. പെണ്ണിനെ, ഇങ്ങനെ പെറുക്കിയെടുക്കാവുന്ന ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് താലി കെട്ടാൻ നിന്റെ മുന്നിൽ നിർത്തിത്തരാം. ധാരാളം പണം, ആവശ്യത്തിലേറെ സൗന്ദര്യം, നിന്റെ കണ്ണുപോലെയുള്ള ചെറിയ ചിരി, നിനക്കുള്ളതിനേക്കാൾ ദൈവവിശ്വാസം. കെട്ടാൻ പോകുന്ന പുരുഷന് നല്ല സ്വഭാവ ഗുണം വേണമെന്നല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത പെൺകുട്ടി. ആ സ്വഭാവ ഗുണം നിനക്കുണ്ട്. നീ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. എന്താടാ സുധാകരൻ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എനിക്ക് അമ്മയോടൊന്ന് ചോദിക്കണം. അമ്മേ ദേവി രക്ഷിക്കണേ. ടീച്ചറെ, അതാണ് എല്ലാവരുടെയും സ്ഥിതി. രക്ഷിക്കണമെങ്കിൽ ഒടുക്കം ദേവി തന്നെ വരണം. മഹാലക്ഷ്മി പോലൊരു മരുമകള്, അവൾ എനിക്ക് ഒരു ചുക്കും ചെയ്യേണ്ട പണിക്കരെ. എന്നാലും ഒരു ഐശ്വര്യം അത് അവൾക്കുണ്ടാവണം. 27 വർഷം സ്കൂളിൽ ചൂരിൽ കൈകൊണ്ട് തൊടാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു ടീച്ചറല്ലേ ഞാൻ. സുധാകരൻ കൊണ്ടുവരുന്ന ഏത് പെണ്ണും എനിക്ക് അവരിലൊരാളെ പോലെയാ. കേട്ടോ പത്മശ്രീ വീരഭദ്രൻ മാഷേ, ധാരാളം സ്വത്തും ആവശ്യത്തിലേറെ പണവും ഉള്ളവരാണ് ഭവാനിയമ്മ. ഭണ്ഡാരപ്പെട്ടി നിറഞ്ഞു കവിഞ്ഞാലും ദേവിക്ക് മനമാറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ സ്വഭാവം. പണത്തിന്റെ അഹങ്കാരം അശേഷം അവർക്കില്ല. പെൺകുട്ടിയുടെ അച്ഛൻ എവിടെയാ? അതൊരു പ്രശ്ന. അച്ഛൻ സ്ഥലത്തില്ല. സ്ഥലത്തില്ല എന്ന് പറഞ്ഞാല് 11 കൊല്ലം മുമ്പ് അവരച്ഛനും അമ്മയും മോളും കൂടി കാശിയിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. അവിടെ വെച്ചൊരു നട്ടുച്ചയ്ക്ക് ഓം നമശിവായ എന്ന് പറഞ്ഞ് അയാള് ഗംഗാനദിക്ക് ചാടിക്കളഞ്ഞു. പിന്നെ ഇതുവരെ തിരിച്ചു പൊന്തിയിട്ടില്ല. ഇത് സത്യ. അതിനുശേഷം അവര് കുടുംബം ഭാഗം വെച്ചു. ഒറ്റ തടിയായി നിന്ന് മകളെ വളർത്തി. ആ ഒരു തന്റെ ഇടം അവൾക്കുണ്ട്. ഒരു പെണ്ണിന് വേണ്ടതും അത് തന്നെയല്ലേ. സ്വഭാവം എങ്ങനെ? അത്രയും നല്ല സ്വഭാവ ഗുണമുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവും. എന്നാലും സത്യം അതാണ് ടീച്ചറെ, അത്രയും നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല, അങ്ങ് നടത്താം. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, സുധാകരന്റെ അവസ്ഥയും മനസ്സിലായി. എന്നാലും ഒരു കാര്യം ചോദിക്കുക, അവര് പണിക്കരുടെ ബന്ധുവും കൂടി ആയ സ്ഥിതിക്ക് എനിക്ക് അവളുടെ കൈയൊന്ന് കാണാൻ സാധിക്കുമോ? എന്തിനാ ഇനി അതും കലക്കാനാ? കലക്കാൻ ആ കൈ കണ്ടിട്ട് വേണ്ടേ? കാണൂല, അവള് കാണിക്കില്ല. സ്വന്തം ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെ അവൾ ആ കൈ കാണിക്കില്ല. അതാണ് സത്യം. എന്താ കാരണം? ഹൃദയകുമാരി എന്നല്ലേ പേര്. ശരീരം മുഴുവൻ ഹൃദയം പോലെയാ. ആ ഹൃദയം അവൾ ഒരാണിന്റെ മുമ്പിൽ തുറക്കൂ. എന്റെ ദേവി, മോനെ നീ ഭാഗ്യവാനാടാ. നല്ലൊരു വോളിബോൾ പ്ലെയറാ.
തൊട്ടിപ്പുറത്തെ തൊട്ടിപ്പുറത്ത് ആ മൂന്നാമത്തെ ഇതാ അതല്ലെന്ന് ഇപ്പുറത്ത് ഇത് ഈ കറുത്ത കുട്ടിയാ? കറുത്ത കുട്ടിയല്ലെന്ന് ഓ ഇതാ അതന്നെ. അയ്യോടാ പാവേ. ആരായാലും ഷേപ്പ് പറയുന്ന തോന്നുന്നേ. അയ്യോ അങ്കിൾ സോറി, അറിയാതെ പറ്റിയതാ. സാരമില്ല. നല്ല വേദന ഉണ്ടാവും. എനിക്കിങ്ങനെ അബദ്ധം പറ്റാറേ ഇല്ല. ഇത് അബദ്ധമല്ല മോളെ, ദൈവത്തിന്റെ ഒരു കമ്പിയില്ല കമ്പി സന്ദേശമാണ്. ആളെ വിട്ട് വിളിപ്പിക്കാതെ തന്നെ ദൈവം മോളെ ഇവിടെ എത്തിച്ചില്ലേ. മോൾക്ക് ഈ കുട്ടനെ മനസ്സിലായ? സുധാകരൻ, അങ്ങനെ പറഞ്ഞ സുധാകരൻ. ഹലോ. വീട്ടിൽ വന്ന് കാണാൻ മോളുടെ അമ്മ ഒരുപാട് നിർബന്ധിച്ചതാ. ആ ഫോർമാലിറ്റി വേണ്ടാന്ന് സുധാകരൻ പറഞ്ഞു. ഒന്നുമില്ല, പുറത്താകുമ്പോ കുറച്ച് കാറ്റും വെളിച്ചൊക്കെ ഉണ്ടാവല്ലോ എന്ന് വെച്ചിട്ടാ. ഞങ്ങളൊന്ന് വെറുതെ പ്രാക്ടീസ് ചെയ്യാ. കളിക്കാൻ അറിയാമെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാം. ഞങ്ങൾക്ക് ഗേൾസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു രസമല്ലേ? വേണ്ട, കളിയൊന്നും ഇപ്പൊ വയ്യ. ഒരടി കൊണ്ട് എന്നെ തൃപ്തിയായില്ലേ സുധാകരൻ? മോള് പോയി കളിച്ചോ, ഞങ്ങൾ വരട്ടെ. എന്നെ പെണ്ണ് കാണാൻ വന്നതാ. പേര് സുധാകരൻ. അങ്കിളിന്റെ സെലക്ഷനാ. അവിടെ ഒരു ഗോളടിച്ച ബഹളം കേൾക്കുന്നുണ്ടല്ലോ. നിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടു സുധാകര തോന്നണേ. ഹൃദയകുമാരിയെ കാണുന്നത് വരെ വല്ലാത്ത ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ അവളുടെ കയ്യിലെ പന്ത് പോലെ ആവോ മുരളി? പേടിക്കണ്ട, ആ പന്തിനോട് അവൾക്ക് വലിയ സ്നേഹ. ഇനി അങ്ങനെ ആയാൽ തന്നെ നിനക്ക് പരമാനന്ദ. കാരണം ഈ കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക്, ആ കയ്യിൽ നിന്ന് ഈ കയ്യിലേക്ക് എല്ലാം പെൺകുട്ടികളുടെ കയ്യിൽ തന്നെ തിരിയില്ലടാ. കയറിയൻ നിനക്ക് ഇനി സുഖായി. എന്റെ കാര്യം അയ്യോ. ഏതായാലും മുതലാളി സുധാകരന് സുന്ദരമായ ഒരു ജീവിതം ഉണ്ടാക്കി. സമ്മതിക്കണം. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. കൈയോട് കൈ. സുധാര, എന്താ മുരളി? എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്, ഒന്ന് കാണണം. ഇന്ന് നിന്റെ ആദ്യരാത്രിയാണ് അല്ലടാ മോനെ. കാദംബരി ഇന്ന് അവളുടെ ബന്ധുവീട്ടിൽ പോയതുകൊണ്ട് എനിക്ക് ഇന്ന് ഒരുമാതിരി ആദ്യരാത്രിയാടാ. ആ, എന്റെ ഒരുപാട് ഊരാക്കൊടുക്കുകളുള്ള ജീവിതമാണ്. നിനക്കൊരിക്കലും അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ല. എനിക്കത് ഉറപ്പാ. മുതലാളിക്ക് എന്താ എന്നോട് ഇത്ര സ്നേഹം? കഴിഞ്ഞ 8 വർഷമായിട്ട് നീ എന്റെ കൂടെ ഇല്ലേ? ഈ 8 വർഷവും നീ എന്നെ ചടിച്ചിട്ടില്ല. അത് തന്നെ. നിനക്കറിയോ സുധാകര, ഹൃദയകുമാരിയുടെ അമ്മയെ ചെറുപ്പത്തിൽ ഞാൻ സ്നേഹിച്ചിരുന്നു. നീ പേടിക്കണ്ട, അവളെന്റെ മകളൊന്നുമല്ല. സ്നേഹിക്കാൻ ആർക്കും സ്നേഹിക്കാം, പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലല്ലോ. ഭവാനിയെ ഞാൻ സ്നേഹിച്ചിരുന്നു. അവളുടെ മകൾ എനിക്ക് മകൾ തന്നെയാണ്. അവളെ നിനക്ക് തന്നെ പിടിച്ചു തന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. നീ നല്ലവനാ, നല്ല കരുത്തുള്ളവനാ, എന്തും സഹിക്കും, എങ്ങനെയും സഹിക്കും. എന്നാലും ഒന്നും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുകയാണ്. ഈ അമിത സ്നേഹം കൊടുത്തു വളർത്തിയത് കൊണ്ട് ഹൃദയകുമാരി ചില സമയത്ത് അതിര് വിട്ട് കളിക്കാറുണ്ട്. മിക്ക നേരത്തും അവള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ആ സത്യം. എന്നാലും ചില സമയത്ത് അവള് നമ്മളെ പോലെ അല്പസ്വല്പം വട്ട് കളിച്ചെന്ന് വരും. എനിക്ക് തോന്നിയതാവാം, അത് സത്യമാവണമെന്നില്ല. എന്ന് പറഞ്ഞാ അവക്ക് ഒന്നുമില്ല. അവളുടെ അമ്മ കുറച്ച് ഫാസ്റ്റാണ്, അത് മോൾക്കും ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോ തള്ളയ്ക്കും മൂക്കും വട്ടാണോ? ഒരു ചുക്കുമില്ല. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയല്ലേ, അല്പം പിടിവാശിയൊക്കെ കാണും. നിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഒക്കെ ശരിയാവും സുധാര. മണി 10 കഴിഞ്ഞല്ലോ. നീ എന്തിനാ ഈ തണുപ്പത്തിരിക്കണേ? പോയി കിടന്നൂടെ? ഹൃദയകുമാരി എവിടെ? അവളകത്തില്ലേ? ഞാൻ കണ്ടില്ല. ദാ, നീ ഇത് കൊണ്ടുപോയി അവളുടെ കൈ കൊടുക്ക്. എന്നിട്ട് സൗകര്യം പോലെ വാങ്ങിച്ചു കുടിച്ചോ. അവൾക്ക് ഇതേ പറ്റിയൊന്നും വലിയ വിവരമില്ലെന്നാ തോന്നണേ.
അമ്മ തന്നെ അവളെ വിളിച്ചങ്ങ് കൊടുത്താ പോരെ? വേണ്ട, എന്റെ അടുത്ത് വരാൻ ഇത്തിരി വിഷമമുള്ള പോലെ. ഒറ്റയ്ക്ക് വളർന്നല്ലേ. ദാ കൊണ്ടേയി കൊടുക്ക, കൊണ്ടേയി കൊടുക്കടാ. ചെക്കന്റെ ഒരു നാണം. ആ കുട്ടിക്ക് ഹൃദയകുമാരി എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം കുമാരി എന്ന് വിളിക്കുന്ന അത്രേ. വേണ്ട, പേരില്ലെങ്കിലും ഒരു ഹൃദയമുള്ളത് നല്ലതാ. ഇപ്പോഴത്തെ കാലത്ത് ഹൃദയമുള്ള ഒരൊറ്റ മനുഷ്യനെയും കാണാനേ ഇല്ല. ഹൃദയകുമാരി, ഹൃദയകുമാരി, ഇതെന്താ നീ കട്ടിലിന്റെ അടിയില്? എന്റെ കാതിലെ കമ്മലേ ആരോ നുള്ളി എടുത്തതുപോലെ താഴ്ത്തു വീണു. ഞാനത് തിരയായിരുന്നു, ദേ കിട്ടി. ഇവിടെ രാത്രിയിൽ എപ്പോഴും പാലാ? ഹോ, ഭയങ്കര മധുരം. ചില നേരത്ത് അവള് നമ്മളെ പോലെ അല്പസ്വല്പം വട്ട് കളിച്ചെന്ന് വരും. എനിക്ക് തോന്നിയതാണ്, അത് സത്യമാവണമെന്നില്ല. 40 ദിവസം പാടിയാ മതിയെന്ന് പറഞ്ഞിട്ടാ ഞാനിത് തുടങ്ങിയത്. മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞല്ലോ. വല്ല രക്ഷയുണ്ടോ പങ്കജം? ഇങ്ങനെ പോയാ ഒന്നുകിൽ നീ പ്രസവിക്കും, അല്ലെങ്കിൽ ഞാൻ പാടി പാടി ഒരു യേശുവാസാവും. പുതുപ്പെണ്ണിനെ പുറത്തേക്ക് കണ്ടില്ലല്ലോ, എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. കുറെ കാലം കഴിഞ്ഞാൽ സുധാകരനും ഇങ്ങനെ പാടേണ്ട ഗതികേട് വരുമ്പോ താനെ എണീറ്റോളും. എന്താ ചിന്നമ്മാളു നീ കാണിക്കുന്നത്? നേരെ ഒരുപാടായില്ലേ. ഇന്നലെ ഉറങ്ങാൻ കിടന്നവർ ഇനി എഴുന്നേറ്റില്ല എന്ന് കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. പണിക്കര് സാറായിരിക്കും. ഹലോ ഹലോ ഹലോ. അയ്യോ, ഇതെവിടെ പോയി? ഇതെങ്ങനെ കട്ടിലിന്റെ അടിയിലെത്തി? നീ എങ്ങനെ ഇതിന്റെ മുകളിലെത്തി? ചിന്നമാളുവേ, രണ്ടും എണീറ്റെന്നാ തോന്നുന്നേ. കാപ്പിയെട്. 1 2 3 4 5 6 7 8 9 10. അയ്യോ, ഈ വീടിന് എന്തോ ലക്ഷണക്കേടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ 11 പെട്ടി നിറച്ച സാധനങ്ങൾ കൊണ്ടുവന്നതാ. ഇപ്പൊ 10 എണ്ണേ കാണുന്നുള്ളൂ, ഒരെണ്ണം കാണുന്നില്ല. എന്റെ ജീവന്റെ ജീവനായ സാധനങ്ങളാ ഞാൻ അതിനകത്ത് എടുത്തു വെച്ചത്. എനിക്കത് കിട്ടാൻ ഞാൻ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല, ഒന്നും കഴിക്കാനും പറ്റില്ല. സുധാരേട്ടാ, ഞാനത് എവിടെയാ തരേണ്ടത്? നീ ബഹളം വെക്കാതിരിക്കെ, നമുക്കത് കണ്ടുപിടിക്കാം. ഇതിനകത്ത് നീ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പെട്ടി എവിടെയും പോവില്ല. ഞാനല്ലേ പറയുന്നത്. അത് ഞാൻ ഇതിനകത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. എന്നാൽ അത് ഇതിനകത്ത് തന്നെ കാണും. ജീവന്റെ ജീവനായിട്ടുള്ള സാധനങ്ങൾ ഒരു പെട്ടിയിൽ വെച്ച് പൂട്ടാതെ പല പല പെട്ടികളായിട്ട് വെച്ചുകൂടായിരുന്നോ? എന്നാൽ അതിങ്ങനെ ഒറ്റയ്ക്ക് കാണാതാവുമായിരുന്നോ? അപ്പൊ എന്റെ പെട്ടി കാണാതായതിന് സുധാകരേട്ടന് ഒരു വിഷമവും ഇല്ലേ? പിന്നെ വിഷമമില്ലാതിരിക്കോ? നിന്റെ വിഷമം ഇപ്പൊ എന്റെയും വിഷമ. നിന്റെ പെട്ടി എന്റെയും പെട്ടിയല്ലേ? നിന്റെ ജീവന്റെ ജീവനായ സാധനങ്ങൾ എന്റെയും ജീവന്റെ ജീവനായ സാധനങ്ങളാ. പക്ഷെ അതിനിങ്ങനെ ബഹളം വെക്കരുത്. എന്റെ അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്, എന്റെ അച്ഛന്റെ ഹാർട്ടും വീക്കാ. ആ പെട്ടി കിട്ടിയില്ലെങ്കിൽ എന്റെ ഹാർട്ടും വീക്കാവും. എന്റെ ഹാർട്ട് വീക്കാവുന്നതിൽ സുധാകരേട്ടന് ദുഃഖം ഉണ്ടെങ്കിൽ ആ പെട്ടി കണ്ടുപിടിച്ചതാ. തീരാറായെങ്കിൽ ബാക്കി ഞാൻ ചെയ്തോളാം. പുഷ്കലാക്ഷിക്ക് ഇന്ന് ലീവ്. ഞങ്ങൾക്ക് ഹൃദയകുമാരിയുടെ വീട് വരെ ഒന്ന് പോണം. ഇന്നിവിടെ ചോറും കറിയൊന്നും വെക്കണ്ടെന്നാ തീരുമാനം. എനിക്ക് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഒരു പണിയില്ല. എന്നാ ഒരു കാര്യം ചെയ്, ദാ പോയി ഒരു സിനിമ കണ്ടേച്ചു വാ. കുട്ടിയുടെ പെട്ടി എന്തോ കാണാനില്ലെന്ന് തോന്നുന്നു, അതായി ബഹളം. ഇനിയിപ്പൊ കാണാതായ സ്ഥിതിക്ക് അതിലെന്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. ടീച്ചർ ഒരു പാവ, ആരോട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. അതുകൊണ്ട് പറയാ, ഇപ്പോഴേ അയഞ്ഞു കൊടുത്താല് ഏതൊരു പുത്തൻ പെണ്ണും ഒടുവില് ഭൂമി കുലുക്കും. അണ്ടിയോട് അടുക്കുമ്പോഴറിയാൻ ചിന്നമാളും അമ്മേ മാങ്ങയുടെ പുളി. പുഷ്കലാക്ഷി അമ്മേ, നീ വിഷമിക്കണ്ടടി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്നറിയോ? ഈ മാങ്ങയ്ക്ക് അണ്ടിയില്ല. ദേ ദേ ദേ, ഇത് കണ്ടോ? 1 2 3. ഈ 10 നീ ഇത് 100ാമത്തെ പ്രാവശ്യമല്ലേ എണ്ണുന്നത്? ഇത്ര വിഷമിക്കാൻ കാണാതായ ആ പെട്ടിയിൽ എന്താണെന്നെങ്കിലും നിനക്ക് പറഞ്ഞൂടെ? എന്റെ കോടിക്കണക്കിന് ഉറുപ്പിയാ. എന്താ ഉണ്ടാക്കി തരാൻ പറ്റുമോ? എടീ, നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചിട്ട് പോയത് പോട്ടേന്ന്. ഹൃദയകുമാരിക്ക് നഷ്ടപ്പെട്ടാൽ എന്താ അല്ലേ?
അതിനിപ്പോ ഞാൻ ആർക്കും താണു കൊടുക്കുന്നില്ല. അതാരോ മനഃപൂർവ്വം തട്ടിയെടുത്തതാ. ആ പണിക്കരിയേട്ടന് ഈ വഴി വന്നത് നന്നായി. ഞാൻ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വന്നേ ഉള്ളൂ. എല്ലാം മംഗളാവാൻ വേണ്ടി സുധാകരന്റെയും ഹൃദയകുമാരുടെയും പേർക്കൊരു അർച്ചന നടത്തി. ഞാനിത്തിരി പായസം എടുത്താലോ? എനിക്ക് മധുരം കഴിക്കാൻ പാടില്ല ഭവാനി. അതുകൊണ്ടല്ലേ പണ്ടത്തെ പോലെ മധുരം കലർത്തി നിന്നോട് സംസാരിക്കാൻ സാധിക്കാത്തത്. ഞാൻ ഒന്നേ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഭവാനി. ദൈവം നമ്മളെ രണ്ടാളെയും ജീവിതത്തിന്റെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കൊണ്ടുപോയി നിർത്തിക്കളഞ്ഞു. അവിടെ നിന്നുകൊണ്ട് നീ തനിച്ചായപ്പോ നിന്റെ മകൾക്ക് നല്ലൊരു ഭാവി എന്നാ കഴിയാവുന്നത് സാധിപ്പിച്ചു തരിക. അത് ഞാൻ സാധിപ്പിച്ചു. അതിന് പണിക്കരിയേട്ടനോട് എനിക്ക് നന്ദിയുണ്ട്. മുതലാളി, മുതലാളി, എന്തൊരു കഷ്ടാണ് ഭവാനി നീ ചെയ്തത്. എന്തേ? എല്ലാം കൂടി ഒന്നായി തലയിൽ കെട്ടിവെച്ച് അവൾ അങ്ങോട്ട് പറഞ്ഞേക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? 11 പെട്ടിയുള്ളതില് ഒരെണ്ണം കാണാനില്ലെന്നും പറഞ്ഞ് അവളവിടെ വെടിക്കെട്ട് തുടങ്ങിയത്രേ. സാധയുടെ മറന്നു വെച്ചാണോന്ന് അറിയാൻ സുധാകരൻ ആളെ വിട്ടിരിക്കുക. നേരാ, 11 അവള് തന്നെ പാക്ക് ചെയ്തത്. ഇനി 10 അവള് കൊണ്ടുപോയിട്ടുള്ളോ? എന്തായി ഇമ്പിച്ചു പോയ പ്രശ്നം? ആ വീട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ആ വീട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ലല്ലോ. അതെന്നെ പ്രശ്നം. എന്തായി, കിട്ടിയോ? കിട്ടിയിട്ടില്ല പങ്കജം. അവളുടെ കല്യാണത്തിൽ ധരിക്കാതിരുന്ന ആഭരണങ്ങളായിരിക്കും അതില്. പിന്നെ അവൾക്കായി മാറ്റി വെച്ച പണം ഉണ്ടാവും. ചുരുങ്ങിയതൊരു 3-4 ലക്ഷം ഉറുപ്പെങ്കിലും വരും. കേട്ടപ്പോ ഞാനൊന്ന് വിറച്ചു. സുധാകരന്റെ കല്യാണം കഴിഞ്ഞപ്പോ ചിന്നമ്മാളും അമ്മയുടെ മുഖം ഒന്ന് തെളിഞ്ഞതായിരുന്നു. കാശ് പോയാലെന്താ, അത്രയും നല്ലൊരു അമ്മയെ കിട്ടിയില്ലേ അവക്ക്. അത് കരുതി സമാധാനിച്ചൂടെ? പെറ്റ തള്ള തന്നെ ഈ കാലത്ത് ആർക്കും വേണ്ട, പിന്നല്ലേ പെറാത്ത തള്ള. ഈ പങ്കപ്പാട് കാണുമ്പോ അതിന്റെ അകത്ത് എന്തായിരിക്കുന്നു സുധാകരൻ ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? മിക്കവാറും അവളുടെ കെട്ടിയോന്റെ 16 അടിയന്തരത്തിലുള്ള സദ്യയുടെ കുറിപ്പിടിയായിരിക്കും. പെട്ടി പെട്ടിന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹള. സമ്മതം ചോദിക്കാണ്ട് എങ്ങനെയാ അകത്ത് കിടക്കാന്ന് വിചാരിച്ചിട്ടാ. ഇനി അമ്മയുടെ മുറിയിലൂടെ നോക്കാനുള്ളൂ. അറിയാണ്ട് ആരെങ്കിലും അതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടാവോ? എന്റെ മുറിയിലോ? ഒരു തരക്കേടുമില്ല മോളെ. അതിനകത്ത് തിരഞ്ഞ നിനക്ക് അങ്ങേയറ്റം സുധാകരൻ പണ്ടുകൊടുത്ത 5-6 പട്ടുകോണവും കിട്ടും. വേണമെങ്കിൽ പോയി എടുത്തോ. ഇത് തന്നെയാണോ തൊണ്ടി സാധനം? പെട്ടി ഹൃദയമാരി വീട്ടിൽ വെച്ച് പറഞ്ഞതാ. ഇത് ഞാൻ അവിടെ എടുത്താണല്ലോ ദൈവമേ. അകത്ത് വല്ല സ്വർണോ പണോ ആണെങ്കിൽ ഇവിടെ വെച്ച് തുറക്കണ്ടെന്ന് അവളോട് പറയടാ. ഇനി സമാധാനായല്ലോ. എന്തു ബഹളായിരുന്നു ഇവിടെ. ഇപ്പൊ മനസ്സിലായില്ലേ ചിന്നമ്മാളമ്മയുടെ അടുത്ത് വന്നാ ഒന്നും നഷ്ടപ്പെടൂലെന്ന്. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല. എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നി ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻ കിനിയുന്ന ഒരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാടെ ഒരു മാങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത്. എങ്ങനെയുണ്ട്? പണിക്കരെ, ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. ഇത് കണ്ടോ, പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റ് പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ച അല്ലെ കൊണ്ട് പുഴുങ്ങി തിന്ന്. എന്നിട്ട് ആ മാങ്ങ ഒറ്റയേറിന് തന്നെ വീണോ ചേച്ചി? വീണു. അത് പണിക്കരങ്ങൾ തിന്നുകയും ചെയ്തു. അതിന്റെ അന്തി ചിലപ്പോ ആ പണിക്കരുടെ വീട്ടിൽ തന്നെ കാണും. ശിവരാമന് വേണമെങ്കിൽ അത് വാങ്ങി മുളപ്പിക്കാം അല്ലേ?
അല്ല സാധാരണ 7 മണിക്ക് പോകുന്ന ആളെന്താന്ന് 11 മണിയായിട്ടും പോകത്തെ? ധൃതി പിടിച്ചൊരു കല്യാണം വേണ്ടായിരുന്നു. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൂക്കം ശരിയാവുന്നില്ല. ആ നേരാൻ വണ്ണം തൂക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും മുൻതൂക്കം കൂടി പോണേ. ഇനിയിപ്പോ അത് ആലോചിച്ച് തരിപ്പടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നിർത്തി. ഒരു സംഗതി പറയാനുണ്ട്. നിങ്ങളത്ര വിദ്യാഭ്യാസം ഞമ്മക്കില്ല, പക്ഷെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ. ഏതൊരു പെണ്ണും വിവാഹത്തിന് ശേഷം ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു മധുവിധം. ഒരു 2 ആഴ്ച ലീവ് എടുത്തൊന്ന് കറങ്ങിയാണ്. ഇവിടെ ഇപ്പൊ ഒന്നാണ് വരാൻ പോണേ. കൂടിപ്പോയാ ബോംബെക്കുള്ള ബസ് ബാംഗ്ലൂർക്ക് ഇത്രയല്ലേ ഉള്ളൂ. ഓട്ട 4 ട്രിപ്പ്. ആലോചിക്കാനൊന്നുമില്ല. ഒന്ന് ഹിമാലയം വരെ പോയി പോന്നാള്. തണുത്ത കാറ്റടിക്കുമ്പോ മനസ്സൊക്കെ ഒന്ന് കുളിരും. അപ്പൊ അന്യോന്യം പലതും പറയാനുണ്ടാവും. പാലം കെട്ടന്റെ അടുത്ത് കെട്ടിയാൽ ഏത് പോയി അക്കരെ കിടക്കാം. എന്നാ സുധാരം വിട്ടോ, എനിക്ക് ചെറിയൊരു പണിയുണ്ട്. എത്ര കാലാണ് മതിലിയാട്ടോ പണ്ടടക്കാന്. നേരെ ഒത്തു കിട്ടല്ലേ മോളെ, അല്ലാതെ എപ്പോഴും വന്ന് ചാടാൻ പറ്റുമോ? അല്ല നീ എന്താ വെച്ചു കിടന്ന് കരിയണേ? ഞമ്മക്ക് ഇങ്ങനെ എത്ര കാലം കഴിയാൻ പറ്റും? അന്റെ വാപ്പ ഇന്റെ വാപ്പക്ക് കൊടുക്കാനുള്ള സ്ത്രീധനം കൊടുത്ത് വാപ്പന്റെ പേരിലുള്ള ഇന്റെ പേരിലേക്ക് അന്നെ കൂട്ടി പോകാൻ കഴിയുന്ന കാലത്തോളം ഇങ്ങനെയൊക്കെ ചാടി മറിഞ്ഞ് തന്നെ കഴിയേണ്ടി വരും. അത് കിട്ടാതെ വിടൂലെന്ന് എന്റെ വാപ്പ. അങ്ങനെയാണ് ഈ ഇവിടെ നോട്ടെ ഞാൻ അവിടെ നോട്ടെ നിന്റെ വാപ്പ. അങ്ങനെ ഒരു ജോഡി ഹംക്കേള്. ആ പോണത്തോളം പോട്ടെ, സഹിക്ക് തന്നെ. ഇങ്ങനെ സഹിക്കണ ആരും ഈ ദുനിയാവിൽ ഉണ്ടാവൂല. എന്നാര് പറഞ്ഞു? ഇതിലും വലുത് സഹിക്കുന്ന ഒരുത്തനെ കണ്ടിട്ടാണ് ഞാനിപ്പോ അങ്ങോട്ട് വന്നത്. അല്ല അന്റെ ടൈമിൽ നീ ആദ്യമായിട്ട് മാങ്ങക്കറിനെ കല്ലുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അത് പോട്ടെ, നീ ജീവിതത്തിൽ ആദ്യമായിട്ട് തേച്ച സോപ്പിന്റെ കണ്ടന്റ് എന്റെ അടുത്ത്? ഇല്ല. അതുമില്ലല്ലോ. ആ നീ ഫസ്റ്റിലിട്ട കുപ്പായന്റെ എന്റെ ടൈമിൽ? അതിന് ഇതൊക്കെ സൂക്ഷിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ? അതാണ് പറഞ്ഞത്, നമ്മളെക്കാൾ സഹിക്കുന്ന മനുഷ്യന്മാർ ഈ ദുനിയാവിലുണ്ട്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല പിച്ചു. അതെന്താണ് പിച്ചു? കൊടിയിലൊരു ശബ്ദം കേട്ടോ. അതെന്നെ വാപ്പ. അയ്യോ പാപ്പ. ആ കള്ളുഷാപ്പിലെ നായ പിന്നാമ്പുറത്തും ചാടുന്ന പാപ്പ നമ്മൾ ഓടിച്ച് എറിഞ്ഞ് കാലൊടിക്കാ ഹിമാറിന്റെ പാരട്ട നായ. അതിനെ ഇങ്ങോട്ട് വന്നു പോകരുത്. എടി അന്റെ വല്യാപ്പന്റെ മൂന്നൊക്കെ ഞാൻ പളങ്ങും. അല്ലാന്ന് ഈ കളവൻ ഉറങ്ങിക്കൂടെ കിടന്ന്? കള്ളൻ. ഉറക്കം വന്നിട്ടൊന്നുമല്ല ഇങ്ങനെ തലേനും കെട്ടിപ്പിടിച്ച് കിടക്കുന്നെന്ന് എനിക്കറിയാം. ഈ ലോകത്ത് കെട്ടിപ്പിടിച്ചാൽ പരാതി പറയാത്ത ഒരേ ഒരു സാധനമുള്ളൂ, തലേണ. നിനക്കറിയോ, ഇതെന്റെ കടിഞ്ഞൂൽ കല്യാണ. ഈ ദാമ്പത്യം എന്ന് പറയുന്നത് ഞാൻ വായിക്കാത്തൊരു പുസ്തകം. ഒരു പുസ്തകം വായിക്കാനോ പഠിക്കാനോ കഴിയാതെ അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ട ഗതികേടില്ല ഞാൻ. അറിയാൻ വയ്യാൻ ചോദിക്കുക, എന്നെ എന്തിനെങ്ങനെ ദ്രോഹിക്കുന്നത്? സുധാരേട്ടൻ എന്റെയാ, എന്റെ മാത്രം. വേറെ ആരും അതിൽ അവകാശം ചോദിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എനിക്ക് സഹിക്കില്ല. സുധാരേട്ടൻ മുഴുവനായി എന്റെയാ. നീ അങ്ങനെ എന്നെ മൊത്തമായിട്ട് വാങ്ങിയാലേ ചില്ലറ കച്ചവടക്കാരോട് ഞാൻ എന്തു പറയും? ഹൃദയം, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളായെങ്കിലും എനിക്കോ നിനക്കോ തുറന്നൊന്നും സംസാരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പരസ്പരം തുറന്ന് സംസാരിച്ചാൽ എന്റെയും നിന്റെയും പ്രശ്നങ്ങൾ പരമാവധി തീരും. നമുക്കൊരു മധുവിധി വേണ്ടേ? ഒരു ടൂർ പോയാലോ? എന്നിട്ടെന്താ നേരത്തെ പറയുന്നേ? ഞാനത് ആലോചിക്കാകെയല്ല, എനിക്കറിഞ്ഞുകൂടടി നിന്നെ. നീ ഹൃദയകുമാരിയല്ലേ? ഹൃദയം പോലും കുമാരിയായിരിക്കുന്നവൾ ഹൃദയകുമാരി എന്നല്ലേ എന്റെ അർത്ഥം? ശ്രീരാമദേവൻ ഹൃദയകുമാരി എന്ന് പറഞ്ഞ ഹൃദയം പോലും കുമാരിയായിരിക്കുന്നവളിന് ഏത് മാഷാടാ നിന്നെ പഠിപ്പിച്ചത്? അർദ്ധരാത്രി അക്ഷരത്തെറ്റ് വിളിച്ചു പറയാണ്ട് കിടന്നുറങ്ങാനുള്ളതിന് കഴുത. ഹണിമൂണിന് നമ്മൾ എവിടെയാ പോകുന്നത്? 4 സ്ഥലങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്: ഊട്ടി, കൊടൈക്കനാൽ, മധുരൈ, പഴനി. നല്ല ചോയ്സ്. അവസാനിപ്പിച്ചത് പഴനിയിലായത് നന്നായി. അവിടെ എത്തിക്കഴിഞ്ഞാൽ തല മൊട്ടയടിച്ച് കാവടി എത്തുന്ന തുള്ളുകയും ചെയ്യാലോ. അയ്യ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വോളിബോൾ ടീമിന്റെ കൂടെ ഒരുപാട് തവണ പോയിട്ടുള്ളതാ. സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒരു വിധത്തിലുള്ള എല്ലാ ഗ്രൗണ്ടുകളും ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. സുധാകരട്ടൻ തെക്കോട്ട് ഗുരുവായൂരിനപ്പുറവും വടക്കോട്ട് കണ്ണൂരിനപ്പുറവും ഒരു സ്ഥലത്തും പോകത്തോണ്ടാ ഇതിലൊക്കെ വലിയ അത്ഭുതം തോന്നണേ. സുധാകരട്ടൻ
പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? എന്റെ അടുത്തും പാസ്പോർട്ട് ഉണ്ട്. നമുക്ക് ഹണിമൂൺ വെസ്റ്റ് ജർമ്മനിയിലാക്കിയാലോ? അവിടെ നിന്ന് ഇറ്റലി അടുത്താണ്. റോമിൽ ഒന്ന് പോവാം. യൂറോ റെയിൽ ടിക്കറ്റ് എടുത്താൽ യൂറോപ്പ് മുഴുവനും കറങ്ങാം. തിരിച്ചു വരുന്ന വഴി സിംഗപ്പൂർ ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് നടത്താം. എന്തേ? നിന്നെ അയക്കേണ്ട വെസ്റ്റ് ജർമ്മനിക്കല്ലടി, സദ്ദാം ഹുസൈന്റെ വീട്ടിലേക്കാ. സുധാരേട്ടാ, സുധാരേട്ടാ, എന്നെ പറ്റിക്കാൻ വേണ്ടി കളക്കളി കളിക്കണ്ട. നമ്മളെപ്പോഴാ പോവാ? ഈ സമയത്ത് ഏതായാലും വെസ്റ്റ് ജർമ്മനിക്ക് വിമാനം ഉണ്ടാവില്ല, പറന്നോണ്ടിരിക്കും. അന്ന് നിലത്തിറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം വെസ്റ്റ് ജർമ്മനിക്ക് പോകണോ അല്ല റോമിൽ പോയി മാർപ്പാപ്പയെ കാണണോ. ഈ പറഞ്ഞു തുടങ്ങിയപ്പോഴാ ഞാൻ വിചാരിച്ചതാ ഇത് നടക്കൂലെന്ന്. അയ്യോ എന്ത് പറ്റി? അയ്യോ എന്ത് പറ്റി? എടി പകച്ചി, ആനപ്പകച്ചി, നീ ഇത് ചെയ്യുന്ന കിടക്കുമ്പോഴേ എനിക്കറിയായിരുന്നു. അയ്യോ ഞാൻ ഉറക്കത്തില് വോളിബോൾ വോളിബോൾ തേങ്ങാക്കൊല. മറ്റുള്ളവന്റെ നെഞ്ചത്ത് കയറിയിട്ടാണ് വോളിബോൾ കളിക്കുന്നത്. അല്ല, നീ എന്നെ കൊന്നിട്ട് അടങ്ങും. നിന്റെ സർവ്വ കളി ഞാൻ നിർത്തിത്തരാം. എന്താടാ ഇതിനകത്ത്? കൊലപാതകത്തിനുള്ള പുറപ്പാടാ? ഞങ്ങളിൽ ആരെങ്കിലും അന്യോന്യം കൊല്ലുന്നതിൽ ഇത് തീരൂ. ഉറക്കത്തിലാണെങ്കിലും ശരി അല്ലെങ്കിൽ ശരി, എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ വോളിബോൾ കളിക്കും. കളിക്കണ്ടെന്ന് പറഞ്ഞ അങ്ങനെ ആരും ഇടയ്ക്ക് വിസ്തരിക്കണ്ട. എന്തെങ്കിലും കാര്യമായ പ്രശ്നം കാണും മുതലാളി. എന്താ ടയർ പൊട്ടിയ? എന്താടാ കുഴങ്ങന്മാരെ? എന്താ ചേട്ടാ? എന്താ സുധാര? ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ടാ മുതലാളി എന്നോട് ഈ കൊലച്ചത് ചെയ്ത്? അവളെ കുറിച്ച് നേരാമണ്ണം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മുതലാളി എന്റെ കഴുത്തിൽ കുരുക്കിട്ടത്. സുധാര കൈയെടുക്ക്, ആരെങ്കിലും കാണും. കാണട്ടെ, എല്ലാവരും കാണട്ടെ. ഒന്ന് പോടോ. സത്യത്തിൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല സുധാകര. അവൾക്ക് തന്റെ ഇടത്തിൽ കൂടുതലാ, അതാ പ്രശ്നമായത്. മുതലാളി ഒന്നും പറയണ്ട. എന്നെ വടക്കേന്ത്യയിൽ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് തട്ട്, ശമ്പളം ഇല്ലെങ്കിൽ വേണ്ട, പിച്ചതെണ്ടിങ്ങനെ ഞാൻ അവിടെ ജീവിച്ചോളാം. മുതലാളി തന്നെയല്ലേ എനിക്ക് സ്വർഗരാജ്യം ഉണ്ടാക്കി തന്നത്. അതിപ്പോ താഴെറക്കി വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ. നിന്റേത് സ്വർഗരാജ്യാണെങ്കിൽ എന്റേത് പരദീസിടാ മോനെ. ഭാര്യയ്ക്ക് ഭ്രാന്ത് വരാം, അത് സാരില്ല. പക്ഷെ സംശയം വരരുത്. സംശയം വന്നാ അത് ഭ്രാന്തനായ പിന്നെ ഒരു ഭ്രാന്തനായ കടിച്ച പോലെ. മുതലാളി ഒരുപാട് ചുറ്റി കളിക്കണ്ട. എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്തായിന്ന്? ട്രാൻസ്ഫർ വലിയൊരു തേങ്ങയില്ല. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടുത്തെ കച്ചവടം പൂട്ടുന്നത് നല്ലത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം മുതലാളി പറയുന്നത്? സഹി കെട്ടെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കടാ. എന്താ പറയുന്നത് നമുക്ക് കാണാലോ. അത് ഞാൻ ഏറ്റു. പക്ഷെ പൊട്ടിച്ചിട്ട് അവളുടെ തള്ള ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയല്ലോ. തള്ളേനെ ചെറുവിൽ നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ പൊട്ടിക്കുന്ന കാര്യം ഞാനും ഏറ്റു. ഏറ്റല്ലോ. ആ തള്ളിങ്ങോട്ട് പറ്റേ. ആ സുധാകരൻ ഇന്ന് നേരത്തെയാണല്ലോ. ഞാനിപ്പോ മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ. അമ്മേ. എന്തിനടി കൊല്ലാനോ? അമ്മേ, സുധാകരേട്ടൻ വന്നു. സാധാരണ വരുന്നതിലും നേരത്തെയാ. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വന്നല്ലോ അല്ലേ അമ്മേ? അമ്മേ, ഇന്നത്തെ അവിയല് ഞാനാ വെച്ചെന്ന് അമ്മ പറയണ്ട. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ അമ്മ വെച്ചാന്ന് ഞാൻ പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഭാഗം മിണ്ടണ്ട. ഞാൻ വെള്ളം കൊടുത്തിട്ട് വരട്ടെ. ഒന്നും ഉണ്ടായിട്ട് പറയല്ല, ആ വർത്തമാനത്തിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ചിന്നമ്മളും അമ്മേ. ഒരലി കിടക്കുന്ന അരി ഇടിച്ചാ പോരെ പുഷ്കലാക്ഷി? നിനക്ക് പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ ഇടിക്കണോ? ഞാൻ ഇത്തിരി സ്നേഹം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ അതും കുറ്റം. അണ്ടിയോട് അടുക്കുമ്പോഴേ മതി. അവര് സ്നേഹത്തോടെ കഴിയുന്നത് കാണാൻ തന്നെയാ ചിന്നമ്മളും അമ്മേ എന്റെ മോഹം. കഴിയും. ഹൃദയമാര് നല്ലോളാ. എല്ലാവർക്കും ദൈവം അകത്തെ ഹൃദയം വെച്ചു കൊടുക്കും. ഇവളുടെ ഹൃദയം പുറത്താ.
ആർക്കും എപ്പോ വേണമെങ്കിലും തുറന്നു നോക്കാം. അതിനകത്ത് നിറച്ച സ്നേഹ. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ട് സുധാകരേട്ടനൊന്ന് വന്നു കിട്ടാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. ഒരു പണിയും ചെയ്യാനില്ലാഞ്ഞിട്ട് ഞാൻ അച്ഛന്റെ പഴയ 1-2 കൈരേഖ പുസ്തകങ്ങൾ എടുത്ത് മറിച്ചു നോക്കി. ഒരക്ഷരം മനസ്സിലാവില്ല. അതെ, ഈ അച്ഛൻ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്? 1946 ഒരു ചുഴലി കൊടുങ്കാറ്റുണ്ടായി. അതിൽ പെട്ട അച്ഛനൊന്ന് വട്ടം കറങ്ങിയതാ, അതോടെ മെലിഞ്ഞു. ഈ സുധാരത്തിന്റെ ഒരു തമാശ ഇതെങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുന്നേ? കോമഡി എന്റെ വീക്ക്നെസ്. മനസ്സിലാവുന്നുണ്ട്. ഇന്നെന്താ ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ പോണ്ടേ? വേണ്ട, ഇന്ന് ചില വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുത്ത് ലീവ് എഴുതി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ടൊന്ന് ഉറങ്ങാൻ പോവാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വീട് വരെ പൊയ്ക്കൂടെ? ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ട് എത്ര കാലായി. കൊണ്ടുവന്ന് പറയൂ പ്ലീസ്. ചേട്ടാ, ഞാൻ ആരെയാണോ കണി കണ്ടത്? എന്തേ നീ അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല, എന്നും അവനെ തന്നെ കണി കാണല്ലോ എന്ന് വെച്ചാ. ഹൃദയകുമാരിക്ക് നല്ല മാറ്റമുണ്ടമ്മേ. ഞങ്ങൾ അവളുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. സുധാകരേട്ടൻ ആ കറുത്ത പാന്റും ക്രീം കളർ ഷർട്ടും ഇടുന്നതാണ് നല്ലത്. പക്ഷെ അതിവിടെ കാണുന്നില്ലല്ലോ. അതാ കറുത്ത വെട്ടിയിലെ വെച്ചിരിക്കുന്നത്, അപ്പുറത്ത് നോക്ക്. ഇതിനകത്ത് ആരാ റോസപ്പൂക്കൾ കൊണ്ട് വെച്ചിരിക്കണേ? എല്ലാം ഉണങ്ങിയതാണല്ലോ. ഇതിലെങ്ങുമില്ല. എന്തിനാ ചിരിക്കണേ? കറുത്ത പാന്റും ക്രീം കളർ ഷർട്ടും അല്ലേ? കറുത്ത പാനിൽ എന്താ ഇത്ര ചിരിക്കാനിരിക്കണേ? അത് ഈ പെട്ടിയിലല്ല, അത് അറിയില്ല. മാറങ്ങോട്ട്. അയ്യോ, കറുത്ത പാന്റും ക്രീം കളർ ഷർട്ടും അല്ലേ? അയ്യോ, നീ ഇപ്പൊ പുറത്താണോ? നീ ഇവിടത്തപ്പ ഞാൻ പുറത്ത് തപ്പാ. കുഞ്ഞിന്റെ ഫോട്ടോ ആണല്ലോ. ഒന്നുമില്ല, ഇവിടുന്ന് നിന്നെ കണ്ടപ്പോ ദാ ഇങ്ങനെ ഇങ്ങനെ തൊടാൻ തോന്നി. പിന്നെ നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ നല്ല കാറ്റാ. നീ ഇങ്ങോട്ട് വന്നാലേ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. വാ. അവിടെ എന്താ ഉള്ളത്? ഞാൻ ചെറുപ്പത്തിൽ നട്ടൊരു ചെടിയില്ലേ, അതിപ്പോ വലിയ മര. ഓ, എത്ര വലുപ്പുണ്ടാവും? നീ ആദ്യം കല്ലെറിഞ്ഞില്ലേ ഒരു മാവ്, അതിനേക്കാ വലിയ മാവ്. ഞാൻ ഇപ്പൊ വരാട്ടോ. അയ്യോ, അമ്മേ, അമ്മ വന്നോ സുധാകരന്റെ ആദ്യത്തെ മരം കാണാൻ? സുധാകരന്റെ ആദ്യത്തെ മരം? അയ്യോ, സുധാകരേട്ടാ, നമ്മളെന്താ കള്ളനും പോലീസും കളിക്കുക? മരം എവിടെ? മരം ദാ ആ തെക്കേ കണ്ടത്തിന്റെ അറ്റത്തൊരു നീല മരം കണ്ടില്ലേ? നീല മരം. നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണേ? വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ ഒരുത്തിയായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്? ആരാനിവൾ? സത്യം പറ, ആരാ ഈ മൂഷേട്ടാ? ഇവള് പണ്ട് എന്റെ ഫ്രണ്ടായിരുന്നു. ഫ്രണ്ടാണോ ഇവളോ? എന്നിട്ടാണോ ഇങ്ങനെ ചേർന്ന് നിന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തിരിക്കുന്നത്? ചേർന്ന് നിന്നിട്ടല്ലേ ഉള്ളൂ, കെട്ടിപ്പിടിച്ചു. നീ കള്ളം പറയൊന്നും വേണ്ട. കണ്ണിന് നേരെ കണ്ടത് കള്ളമാണോ? ആ പെണ്ണ് തന്ന പൂക്കളല്ലേ ഈ പെട്ടി നിറച്ച് ഉണങ്ങി കിടക്കുന്നത്? ഈ ഫോട്ടോ മറിക്കാൻ വേണ്ടിയില്ലേ നിങ്ങൾ ഇത്രയും നേരം കള്ളക്കളി കളിച്ചത്? നീജ, ദുഷ്ട, മഹാബലി. ദേ, എന്നെ തൊട്ടാ ഞാൻ കൈ കടിച്ചു മുറിക്കും, പറഞ്ഞേക്കാം. ദുഷ്ടൻ, കൊടുംചതിയൻ.
ഇവിടെ പുനരിച്ച് നടക്കുമ്പോഴല്ലേ നിങ്ങൾ എന്റെ കഴുത്ത് താലി കെട്ടിയത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇങ്ങനെ തെമ്മാടിത്തരം വിളിച്ചു പറയാൻ മാത്രം ഒരു തെറ്റും ഈ ഫോട്ടോയിലില്ല. ഞാനിതൊക്കെ എന്നോ ചീന്തി എറിഞ്ഞതാ. നീ ഇത് കുറെ കഷ്ണങ്ങളാക്കിയെന്നല്ലാതെ ഒരു ചുക്കും ചെയ്തിട്ടില്ല. അന്തസ്സില്ലാത്ത മനുഷ്യൻ. ആണാണെന്ന് വെച്ച് ഒരു പെണ്ണിനെ താലി കെട്ടി ചതിക്കുന്നതിലും വേണം ഒരു അന്തസ്. ഞാൻ ഇത്രയും നാളും കെട്ടിപ്പിടിച്ചത് വേറൊരു പെണ്ണിന്റെ വിയർപ്പ് നാർന്ന ഈ മനുഷ്യനെ ആയിരുന്നല്ലോ എന്റെ ദൈവമേ. നീ പട്ടി. പരിക്കൊന്നുമില്ലല്ലോ. ഞാൻ കണ്ണൂരിന് ക്യാമ്പിന് പോകുന്ന വഴി ഇവിടെ ഒന്ന് കയറിയതാ. വന്നതുകൊണ്ട് ഇത്രയും പുരോഗതി ഈ വീട്ടിലുണ്ടെന്നറിയാൻ കഴിഞ്ഞല്ലോ. അവള് പറഞ്ഞത് ഞാനും കേട്ടു. ഒന്ന് നന്നായി വിയർത്താൽ കഴുകി പോകാവുന്നതേ ഉള്ളൂ. അത് നീ കാര്യമാക്കണ്ട. സുധാര, ആന്റി ഈ കിടപ്പ് കാണുമ്പോ ഞമ്മക്കൊക്കെ വിഷമുണ്ട്. എനിക്ക് മോനെ, എല്ലാറ്റിനും ഒരു വഴിയുണ്ട്. ഇതൊഴിച്ച് എല്ലാറ്റിനും ഒരു വഴിയുണ്ട്, അല്ലാതെ ഇതിന് വേറെ വഴിയില്ല കോയക്ക. എല്ലാറ്റിനും കാരണം ശിവരാമന് ലോട്ടറി ടിക്കറ്റ് എടുത്ത. ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത തെറിയാണ് ശിവരാമ ഞാൻ അവളുടെ വായിന്ന് കേട്ടത്. ഓ, ആ സമയത്ത് എന്റെ കയ്യിലൊരു തോക്കെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ കഷ്ണമാക്കിയാണ്. കഷ്ണമാക്കാൻ കത്തി വേണം. തോക്കുണ്ടെങ്കിൽ വെടിവെച്ചിടാ. പറയുന്ന കേട്ടാ തോന്നുന്നു ഇതൊക്കെ എളുപ്പമാണ്. മാരകായുധങ്ങൾ ഒന്നിനൊരു പരിഹാരമല്ല. അതൊക്കെ രാഷ്ട്രീയത്തില്. ഇത് ജീവിതമാണ്. അത് അവൾക്ക് മനസ്സിലാവുന്ന ഒരു സമയം വരും. അതുവരെ നീ ക്ഷമിക്കേ. മിക്കവാറും അതിനു മുമ്പ് എന്റെ 46-ാം അടിയന്തരം കഴിയും. ഞാൻ ചത്തു കഴിഞ്ഞിട്ട് അവള് നന്നായിട്ട് ഇരിക്കേണ്ട കാര്യം. പ്രണയം എന്ന് പറയുന്നത് സാധാരണയല്ലേ? വിവാഹത്തിന് മുമ്പ് രമണിയെ സ്നേഹിച്ചതിന് വിവാഹത്തിന് ശേഷം ഹൃദയവുമാരി ചൂടായിട്ട് എന്താ കാര്യം? അങ്ങനെ ചൂടാവുന്നതുകൊണ്ടല്ലേ ശിവരാമ അവളെ ഹൃദയവുമാരി എന്ന് വിളിക്കുന്നത്? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? നീ അങ്ങോട്ട് ചെല്ല്. അവൾ ആദ്യം മാങ്ങക്കറിനെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അടുത്ത കയറി നിന്റെ തലക്കെട്ടായിരിക്കും. അത് കൊള്ളണോ? ഗുഡ് ഈവനിങ് പണിക്കേഴ്സ് ട്രാവൽസ്. ഗുഡ് ഈവനിങ് മിസ്റ്റർ സുധാകരൻ. ആരാണ് സംസാരിക്കുന്നത്? നിങ്ങളുടെ രക്ഷകനാണ് സംസാരിക്കുന്നത്. രക്ഷകനോ? അതെ, രക്ഷകൻ. എന്റെ പേര് എന്നെ രക്ഷകനായി നിങ്ങൾ അംഗീകരിക്കുന്ന സമയം നിങ്ങൾ അറിയും. പ്രശ്നങ്ങളുടെ നടുവിൽ ഗതികിട്ടാത്ത പ്രേതം കണക്കെ അലഞ്ഞു നടക്കുന്ന സുഹൃത്തെ, നിങ്ങളെ ഈ ഊരാക്കുടുക്കിൽ നിന്നും രക്ഷിക്കാൻ ഇന്ന് ലോകത്തിൽ ഒരാൾക്കേ കഴിയും. ഈ രക്ഷകന് താലി കെട്ടി ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നതിന് സ്വന്തം ശാന്തിയും സമാധാനവും ഹോമിച്ച് കളയേണ്ടി വന്ന നിങ്ങളെ രക്ഷിക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. തലയ്ക്ക് വട്ടുള്ള നിങ്ങളുടെ ഭാര്യ നിങ്ങളെ പച്ചയായി തിന്നുന്നതിന് മുമ്പ് രക്ഷപ്പെടണമോ? ഈ രക്ഷകനോട് പറയുക. നിങ്ങൾ ആരാണ്? നിങ്ങൾ പരിപൂർണ നിരാശനായി ഒരു വഴിയും കാണാതെ തെണ്ടുന്ന ഒരു ഘട്ടത്തിൽ രക്ഷകനായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. ജാഗ്രത. ഹലോ, എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അവളുടെ വീട്ടിൽ നിന്ന് ഫോൺ വന്നു, പുറകെ കാർ വന്നു. പോവാണെന്ന് മാത്രം പറഞ്ഞു. പുറത്ത് കാണുമ്പോ വളരെ ദേഷ്യം പിടിച്ച മട്ടായിരുന്നു. എന്നാലും ഉള്ളില് കരഞ്ഞ പോലെ തോന്നി. നിന്നോട് ആരാ ആ ഫോട്ടോ പെട്ടിയിൽ പുഴുങ്ങി വെക്കാൻ പറഞ്ഞേ? എന്ത് ബഹളം ഉണ്ടായാലും എന്താ? അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കിയാ പോരെ. ഞാൻ ആ ഫോട്ടോ അവള് കാണാതെ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് കുരുത്തക്കേട് പോലെ അമ്മ പുറകെ നിന്ന് വിളിക്കുകയും ചെയ്തു, ഞാൻ തിരികുകയും ചെയ്തു, അവളത് കാണുകയും ചെയ്തു. ഞാൻ ചെന്ന് വിളിച്ച അവള് വരുവോ? വേണ്ട, അമ്മ പോയി വിളിക്കൊന്നും വേണ്ട. ഞാൻ ഇത്രയും നാളും കെട്ടിപ്പിടിച്ചത് വേറൊരു പെണ്ണിന്റെ വിയർപ്പ് നാറുന്ന ഈ മനുഷ്യനെ ആയിരുന്നല്ലോ എന്റെ ദൈവമേ. കേട്ടതൊന്നും നീ വലിയ പട്ടി. ഈ അമിത സ്നേഹം കൊടുത്ത് വളർത്തിയോണ്ട് ഹൃദയകുമാരി ചില സമയത്ത് അതിര് വിട്ട് കളിക്കാറുണ്ട്. മിക്ക നേരത്തും
അവള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. എങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇങ്ങനൊക്കെ പറയാൻ കഴിയണേ? കോമഡി എന്റെ വീക്ക്നെസ്. മനസ്സിലായി മനസ്സിലായി. സുധാകരൻ വരില്ലെന്നായിരുന്നു ഹൃദയം വിചാരിച്ചത്. പെട്ടെന്ന് വന്നു കേട്ടപ്പോ ഫേസ് ചെയ്യാൻ ഒരു വിഷമമുണ്ട്. സുധാകരന്റെ കയ്യിലേക്ക് എടുത്തു വെച്ച് തരുന്നത് വരെ തനി തങ്കം പോലുള്ള സ്വഭാവമായിരുന്നു എന്റെ മോൾക്ക്. എവിടാ എന്താ കുഴപ്പം പറ്റിയതെന്ന് എനിക്കൊരു പിടിയില്ല സുധാര. അവൾ ഇവിടെ കുറച്ചു ദിവസം നിൽക്കട്ടെ. ഒരു സെപ്പറേഷൻ നല്ലതാ. തെറ്റ് ശരി ഒന്ന് അരിച്ചെടുക്കാൻ സമയവും കിട്ടും. എന്തെങ്കിലും ഒരു പരിഹാരം കാണാത്തിടത്തോളം ഭാവിയിൽ ഇത് വളരുകയുള്ളൂ. പരിഹാരം എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ അതൊരിക്കലും ഗംഗയിലേക്കുള്ള ഒരു ചാട്ടമായിരിക്കില്ലെന്ന് അമ്മയും മോള് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. മോൻ ചായ കുടിക്കേ? വേണ്ട, സത്യം പറയാലോ. ഇപ്പൊ ഈ ചായ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് തറവാട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് കലക്കി കൊടുക്കുന്ന, വാങ്ങിച്ച മൃഗത്തിന് ദാഹിക്കുമ്പോ കൊടുക്കുന്ന വെള്ളം. അത്ര തന്നെ. വിഷമം കൊണ്ട് പറയുക, ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുത്താൽ അവനെ സ്വന്തം മകനെ പോലെ കാണുക, അവന്റെ വിഷമം സ്വന്തം മകന്റെ വിഷമായിട്ട് കാണുക, അല്ലാതെ മകളെ കെട്ടിയ ഭർത്താവായിട്ടല്ല. എന്തെങ്കിലും ഒരു പരിഹാരം. പരിഹാരമൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. അവളെവിടെ? വേണ്ട, ഓരോ ദിവസവും ഇന്ന് വരും എന്ന് ഞാൻ വിചാരിക്കും. സുധാരേട്ടൻ ഇന്നല്ലേ ഒന്ന് വരാൻ തോന്നിയത്? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്നെ ചലിച്ചു കണ്ടപ്പോ പെട്ടെന്ന് എന്തൊക്കെ വിളിച്ചു പറഞ്ഞതാണോ? അതൊക്കെ ഞാൻ സഹിക്കണം എന്നാണോ നീ പറയുന്നത്? സഹിക്കാൻ പറ്റില്ലാച്ചാല് പിന്നെന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വെച്ച് ഈ നിമിഷം നമുക്ക് പിരിയാം. നിന്റെ താളത്തിനൊത്ത് തുള്ളാനേ മരണം വരെ എന്നെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഇപ്പൊ എന്നെ വഴിയിൽ ഇറക്കി വിടാമെന്ന് കരുതണ്ട. മരണം വരെ ഈ ബന്ധം ഒഴിയാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. എന്തൊരു കഷ്ടമാണ് ദൈവമേത്. ഉടുമ്പ് പിടിച്ചതുപോലെയാണല്ലോ ഈ പണ്ടാറ എന്നെ പിടിച്ചേക്കണത്. സുധാകരേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്തിനാ? സർക്കസ് കളിക്കാനാ? ദേ, നിന്റെ മനസ്സിൽ 100,000 ദുഷ്ടത്തരങ്ങളുണ്ട്. പിന്നെ നിനക്ക് തന്നെ പിടിയില്ലാത്ത ചീപ്പ് കോംപ്ലക്സും ആവശ്യത്തിന് വട്ടും. എന്ത് ധൈര്യത്തിനാണ് ഞാൻ ഇതൊക്കെ എടുത്ത് എന്റെ തലയെ കയറ്റി വെക്കണേ? 11 പെട്ടികൾ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടില്ലേ? അതിലേതെങ്കിലും ഒന്നിന്റെ ഉള്ളില് ആരുടെയെങ്കിലും ഫോട്ടോ സുധാകരേട്ടൻ കണ്ടോ? കണ്ടു നോക്കണം, അപ്പൊ അറിയാം സുധാകരേട്ടൻ അതെങ്ങനെ ഫീൽ ചെയ്യണമെന്ന്. അത് കണ്ടപ്പോ എന്റെ തലയ്ക്ക് തീ പിടിച്ചാണോ തെറ്റ്? അല്ലാത്തപ്പോഴും നിന്റെ തലയ്ക്ക് തീ പിടിക്കാറുണ്ടല്ലോ, അപ്പോഴോ? അതെനിക്കറിയില്ല. മനഃപൂർവ്വം ഞാൻ എന്റെ തലയ്ക്ക് ഒരിക്കലും തീ വെക്കാറില്ല. പെട്ടിയിൽ വേറൊരാളുടെ ഫോട്ടോ കാണുന്നതൊക്കെ സാധാരണയാ. ഒന്ന് കണ്ടുപോയി വിചാരിച്ച് ഞാൻ നിന്നെ പോലെ വാളെടുക്കാനൊന്നും പോണില്ല. എനിക്കതൊക്കെ സാധാരണയാ. എനിക്കിതൊന്നും സാധാരണയല്ല. ഞാനിത് സമ്മതിക്കില്ല. എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. എന്നാ പിന്നെ പറഞ്ഞു തൊലക്കടി. ഞാൻ എന്താണ് വേണ്ടത്? നമുക്ക് വീട്ടിലേക്ക് പോവാം പ്ലീസ്. സുധാരേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അമ്മയോട് ബെറ്റ് വെച്ചിരുന്നു. അതിന്റെ തെളിവായിട്ട് എന്നെ കൂട്ടാൻ സുധാരേട്ടൻ ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തായി? ഞാൻ ജയിച്ചില്ലേ? നമുക്ക് പോവാന്നേ പ്ലീസ്. ഇനി നീനെ തെറി വിളിക്കുവോ? ഇല്ല. അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവോ? ഇല്ല. എന്റെ അമ്മയെ നന്നായി നോക്കുവോ? അമ്മയുടെ കാര്യങ്ങൾ അമ്മ തന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. അല്ല, വേറൊരാൾ നോക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ. ഇഷ്ടമാവണ്ട, എന്നാലും നോക്കുവോ? ആ, നോക്കും. നടക്ക്. ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? ഇനി ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ? എന്താ? ഇനി വേറെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പോവോ? ഇല്ല. തീർച്ച? തീർച്ച. ഒരുമാതിരി അലവലായിത്തരം കാണിക്കുന്നത് സൂക്ഷിച്ചു വേണം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചില്ലടി നിന്റെ നട്ടപ്രാന്തോടെ കാണിക്കേണ്ടത്. കയ്യിൽ കിട്ടുന്ന മുഴുവെടുത്ത് കിടത്തിലിടാനേ നിന്റെ മുത്തപ്പൻ സമ്പാദിച്ച് എടുത്തിട്ടല്ലേ ഞാൻ കുടുംബം പോറ്റുന്നത്. ഉണങ്ങാനിട്ടിരുന്ന നെല്ല് കൊത്തി തിന്നാൻ വന്ന കോഴിയെ ഞാൻ ഓടിച്ചത് തെറ്റാ. കിണറ്റില് ബക്കറ്റ് വീഴാൻ നേരം അത് പിടിക്കാൻ ചെന്നപ്പോ അറിയാതെ എന്റെ കൈ തട്ടിയിട്ടാ തുണികൾ കിണറ്റ് വീണത്. ഞാനെന്ത് വെച്ചു? വേണമെന്ന് വെച്ചിട്ടല്ലേ ഭദ്രകാളി നീ രണ്ടാമത് ബക്കറ്റ് കൂടി എടുത്ത് കിണറ്റിലിട്ടത്. ബാക്കിയുള്ളവരുടെ മുമ്പ് വെച്ച് എന്നെ എന്തിനാ ചീത്ത പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് കിണറ്റിലിട്ടത്. അതിനെത്ര കടന്ന് തുള്ളാനൊന്നുമില്ല. അധികം ആഴയില്ലാത്ത കിണറാ. ഇറങ്ങിയെടുക്കാൻ ഇത്തിരി ആണത്തം വേണമെന്നേ ഉള്ളൂ. തടുക്ക നീ. നിന്നെ ഞാൻ നിന്റെ ഒരു ഒട്ടുക്കലത്തെ നിന്റെ പെട്ടി കൊണ്ടോറടങ്ങാനായിട്ട്. നിങ്ങൾ എന്ത് പ്രാന്തമായിട്ട് കാണിക്കണേ? ഞാൻ ഈ വീടിന് തീ വയ്ക്കാൻ പോവാ. നന്നായി. ഈ ചെറുത്താന്റെ പ്രാന്ത് ഇന്നത്തോട് കൊടുത്തിരണം. പൊട്ടിച്ചോ, എല്ലാം പൊട്ടിച്ചോ. എനിക്കൊരു ചുക്കും ഇല്ല. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, വരൂ.
കേട്ടില്ലേ? ഇങ്ങനെ സംഭവിച്ചാൽ അത്ഭുതമില്ല. ഇതിലും ഭയങ്കരയാണ് ഹൃദയത്തിന്റെ അമ്മ എന്ന് കേട്ടിട്ടുണ്ട്. അവരുടെ ഒറ്റ സാമർത്ഥ്യം കൊണ്ടാണ് ഹൃദയത്തിന്റെ അച്ഛൻ ഗംഗേലി ആടിയത്. കഴിഞ്ഞോ? ഇനി എപ്പോഴാ അടുത്ത യുദ്ധം? അതിനു മുമ്പ് എന്നെ എന്റെ ഏട്ടന്റെ വീട്ടിൽ കൊണ്ട് വിട്ടേക്ക്. ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. അമ്മ ഇപ്പൊ എവിടെയും പോണ്ട. ഇതിനകത്ത് ഒന്നും സംഭവിക്കില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. സ്ത്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാ. അവളെ തല്ലാന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയെ തല്ലുന്നതിന് തുല്യ. അറിയോ? ആ സുധാകരൻ കൂടെ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മഹാലക്ഷ്മിയുടെ കാര്യം പങ്കജ അടുത്തുള്ളതുകൊണ്ട് ഞാനൊന്ന് അടിവരയിട്ട് പറഞ്ഞതാ. ഒരു പെണ്ണിനും അത്ര പെട്ടെന്ന് മഹാലക്ഷ്മിയെ നോക്കില്ല. എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഈ ദാമ്പത്യത്തിൽ ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല സാറേ. അഴിച്ചു മാറ്റാനേ ഉള്ളൂ. മടുത്തു. എന്നെ ഒന്ന് രക്ഷിക്കാൻ കഴിയുമോ? കഴിയും, ഞങ്ങൾക്ക് കഴിയും. ചില ബന്ധങ്ങൾ മനുഷ്യനെ ഒഴിയാബാധ പോലെ പിന്തുടരും. അതിന് ശാശ്വതമായ ഒരു പരിഹാരമേ ഉള്ളൂ മിസ്റ്റർ സുധാകരൻ. അതിന് ഞങ്ങളെ സമീപിക്കുക, അല്ലെങ്കിൽ ജീവിത അവസാനം വരെ നരകിക്കുക. തനിക്ക് എന്താ വേണ്ടത്? താൻ ആരാടോ? എന്നെ കുറിച്ചുള്ള വിവരങ്ങൾ തന്റെ തൊട്ടു മുന്നിലുണ്ട്. മേശപ്പുറത്ത് കാണുന്ന ചുവന്ന ഫയൽ ഒന്ന് മറച്ചു നോക്കിയാൽ മതി. എന്റെ വിസിറ്റിംഗ് കാർഡ് അതിലുണ്ടാവും. അതൊന്ന് എടുത്തു നോക്കിക്കൂടെ? ഏറ്റെടുക്കുന്ന ജോലിയിൽ പോലീസിൽ നിന്ന് പോലും പ്രശംസാപത്രം നേടിയിട്ടുള്ളവനാണ് ഈ ആന്റണി ഡിസിൽവ. അശേഷം സ്നേഹിക്കാതെ ശാപമായി തീരുന്ന ഏത് ബന്ധവും ഒരു കുഞ്ഞിനെ പോലും അറിയിക്കാതെ മായ്ക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾക്കും കുറേശ്ശെ ഭ്രാന്തുണ്ടോ? ഈ ഭ്രാന്ത് മറ്റാളെ നശിപ്പിക്കാനുള്ള ഭ്രാന്തല്ല, റേഷൻ വാങ്ങാനുള്ള ഭ്രാന്താണ്. നിങ്ങൾക്കറിയോ, ഈ രാജ്യത്തിന് മനുഷ്യന് പോലും ഒരു ജോലി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. തൊഴിലില്ലാത്തവർ അത്രയേറെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റിന് 2 കുട്ടികൾ ജനിക്കുമ്പോൾ അതേ മിനിറ്റിന് 3 കള്ളത്തോക്കൾ ഉണ്ടാക്കുന്ന വിധം ഈ നാട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ തോക്കെടുത്ത് തലങ്ങും വിലങ്ങും പാവങ്ങളെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഞങ്ങൾ അതൊന്ന് വ്യത്യാസപ്പെടുത്തി. നിങ്ങളെപ്പോലുള്ള നിരപരാധികൾക്കും നന്മ നിറഞ്ഞവർക്കും ശല്യമായി തീരുന്നവരെ ഞങ്ങൾ തട്ടുന്നു. പിന്നെ ഒരാളെ നശിപ്പിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അയാൾ നശിപ്പിക്കപ്പെടേണ്ടവനാണെന്ന് ഞങ്ങൾക്കും ബോധ്യപ്പെടണം. അല്ലാതെ ഞങ്ങൾ അകൃത്യം ഏറ്റെടുക്കാറില്ല. അണ്ടർസ്റ്റാൻഡ്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ചില ഭ്രാന്ത് ചികിത്സിച്ചാൽ മാറും. ചികിത്സിച്ചാലും മാറാത്ത ഭ്രാന്താണ് നിങ്ങളുടെ ഭാര്യയുടേത്. നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിലും നല്ലത് നിങ്ങളുടെ ഭാര്യ അങ്ങ് തട്ടുന്നത്. പോക്കൃത്തരം പറഞ്ഞാലുണ്ടല്ലോ, പിടിച്ചാൽ പോലീസിൽ ഏൽപ്പിക്കും. അവരെന്നെ ഒരു ചുക്കും ചെയ്യില്ല മിസ്റ്റർ. വളരെ ലളിതമായി ഒരു സാധാരണ മരണം പോലെ കാര്യം ഞങ്ങൾ തീർത്തു തരാം. വെറും 25,000 രൂപയാണ് ഫീസ്. രൂപ നിങ്ങളുടെ ഭാര്യയുടെ തന്നെ ഉണ്ടല്ലോ, അത് തന്നെ എടുത്തങ്ങ് വീശ്. ഇനിയും സമയമുണ്ട്. അടുത്ത ഞായറാഴ്ച വരെ കാർഡിലുള്ള എന്റെ നമ്പറിൽ മാറ്റം വരില്ല. 3568. അത് കഴിഞ്ഞാൽ മാറ്റം കാണും. ഓക്കെ? സീ യു. ആ കുട്ടി 5 മിനിറ്റ് കാണാതാവുമ്പോഴത്തേക്ക് എനിക്കങ്ങ് ആദ്യ. ഇത്ര നേരം എന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നതാ. ഇതെവിടെ പോയി? ഞാനും കണ്ടിട്ട് കുറെ നേരായി. ഇന്ന് ആ കുട്ടിയെ പുറത്തേക്കെങ്ങും കണ്ടതേ ഇല്ലല്ലോ. ഇനി ഇതിനകത്തെങ്ങാനും മോളെ, എനിക്ക് ആകെയുള്ളതൊരു മോനാ. ആ മോനെ പോടാ പട്ടിന്ന് ഇത്തിരി വെള്ളം പോലും ചേർക്കാതെ വിളിച്ചു പറഞ്ഞിട്ട് ഇവള് കിടന്ന് മോങ്ങുന്ന കണ്ടില്ലേ? കരയാതെ മോളെ. ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. വായിൽ തോന്നിയതൊക്കെ. ഞാൻ എന്താ ചെയ്യുക? എത്ര ക്ഷമിച്ചാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ വരുന്നതിന് മുമ്പ് സുധാകരൻ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചതുകൊണ്ടാ എന്റെ സ്നേഹം മനസ്സിലാകാത്തത്. എന്റെ അടുത്തിരിക്കുമ്പോൾ അവളെ പറ്റിയ വിചാരം. എന്നോട് ആർക്കും ഒരു സ്നേഹമില്ല. എന്താ
എന്താ മോളെ നീ പറയുന്നേ? ആർക്കും സ്നേഹമില്ലെന്ന് പറയാൻ ഈ സ്നേഹം എന്താ ഒരുമാതിരി തിന്നാൻ കിട്ടുന്ന സാധനം ഒക്കെ ഉണ്ട്. എനിക്ക് സ്നേഹമില്ലെന്ന് മോള് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ സുധാകരന് സ്നേഹമില്ലെന്ന് പറഞ്ഞാ ഞാൻ സഹിക്കില്ല. സത്യം പറയല്ലോ, സുധാകരന് നിന്നോടല്ലാതെ വേറെ ഒരു പെണ്ണിനോടും അടുപ്പില്ല. ഞാനല്ലേ പറയണേ? അപ്പോ ആ പെണ്ണിപ്പൊ കാണാറേ ഇല്ല? ഇല്ല. അമ്മയ്ക്ക് എത്ര ഉറപ്പാ? ഉറപ്പാ. ദേ മോൾ എന്റെ ഈ കണ്ണ് കണ്ടോ? അവൻ ഈ കണ്ണിലെ കൃഷ്ണമണിയാ. വെറുതെ എന്തിനാ അത് കുത്തിപ്പൊട്ടിക്കണേ? എനിക്ക് സുധാകരനെ ഇപ്പൊ കാണണം. ആ ദേ അത് അവനായിരിക്കും. മോളി എന്നിത്തിരി സ്നേഹത്തിൽ അവനോട് 5-6 വർത്താനം പറ. പോ. വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞിട്ട് സുധാകരൻ എങ്ങോട്ട് പോയിരിക്കുക? 4ാമത്തെ തവണയാണ് ഞാൻ വിളിക്കുന്നത്. എന്താണെന്നും മിണ്ടാത്തത്? ഇങ്ങനെ മിണ്ടാതിരിക്കാനാണോ എന്നോട് വിളിക്കാൻ പറഞ്ഞത്? ഹൃദയകുമാരിക്ക് മാത്രമല്ല, ഈ രമണിക്കും ഉണ്ടൊരു ഹൃദയം. സുധാകരന്റെ ഇഷ്ടക്കേട് കാണുമ്പോ ഈ ഹൃദയം വേദനിക്കും. അവൻ എന്താ മോളെ പറഞ്ഞത്? പോകുന്നുണ്ടായിരുന്നു. തള്ളയുടെ ഒരു കള്ള സ്നേഹം കണ്ടില്ലേ? ഒരു പെണ്ണിന്റെ കുടുംബം കലക്കാൻ ഫോൺ ചെയ്തതിന് 15 ഉലുവയോ? കൊണ്ടുപോടോ. എനിക്ക് 300 കിട്ടണം. ഗുണകോഷ്ടം പഠിച്ചിട്ടുണ്ടോ? എഞ്ചുവടി. ഈ 15-ന് 20 കൊണ്ട് പെരുക്കിക്കോ. അത് 300 ആയിക്കോളും. തന്നില്ലെങ്കിൽ വീണ്ടും അവരെ വിളിച്ച് ഞാൻ സത്യം പറയും. അതറിയാവുന്നത് കൊണ്ടാണടി ആ നമ്പർ ഞാൻ തന്നെ കറക്കിയിട്ട് റിസീവർ മാത്രം നിനക്ക് തന്നത്. ആന്റണി ഡിസിൽവയ്ക്ക് നേരെ വാളോങ്ങിയവരാരും സ്വന്തം തല വെട്ടാതെ വാള നിലത്തിട്ടിട്ടില്ല. മതിയായി പൊതുവാളെ, മതിയായി. ഇനി ഞാൻ അവിടെ നിന്ന എന്റെ ആയുസ്സിന് വരെ അത് ഭീഷണിയാവും. അവിടെ നാക്കിന്റെ ചവിട്ടും തൊഴിൽ സഹിക്കാൻ വയ്യാതെ അതിരാവിലെ സ്ഥലം വിട്ടതാ എന്റെ ഒരു മോൻ. ഇപ്പൊ നേരാകാണ്ട് ഉച്ചയാവാറായില്ലേ? ഞാനും ഇതാ പോന്നു. ഒരു വീടാവുമ്പോ എങ്ങനെയൊക്കെ ഉണ്ടാവും, അതിനിങ്ങനെ തെറ്റിപ്പിരിയണം. ഒരു തെറ്റലും ഇല്ല, ഒരു പിരിയലും ഇല്ല എന്റെ പൊതുവാളെ. 1 രൂപ 40 പൈസ കൊടുത്ത എന്റെ ചേട്ടന്റെ വീടിന്റെ മുമ്പിൽ ബസ് ചെന്ന് നിൽക്കും. എനിക്ക് അവിടെ ചെന്നിട്ട് നേരാമണ്ണൊന്ന് ശ്വാസം വിടണം. സുധാകരൻ വന്നാൽ എന്ത് പറയും? ഞാൻ ചത്തിട്ടില്ലെന്നും ഇത്തിരി കൂടെ ജീവൻ ബാക്കിയുണ്ടെന്നും പറഞ്ഞേക്ക്. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അതിന് മാത്രം എന്താ ഇപ്പൊ ഉണ്ടായത്? ഇനി ഉണ്ടാകാനൊന്നും ബാക്കിയില്ലെന്ന് കരുതിക്കൊള്ളൂ. അമ്മേ, അമ്മേ, അമ്മ. അമ്മേ, അമ്മോ. വിളിച്ചു കൂവണ്ട. പോയി. അമ്മ പോയോ? എവിടെ പോയി? ആ എവിടെ പോയെന്ന് ഞാനെങ്ങനെ അറിയുന്നേ? സത്യം പറയടേ, നീ എന്റെ അമ്മയെ ഇറക്കി വിട്ടോ? ആ ഇറക്കി വിട്ടു. നമ്മൾ തമ്മിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടായിന്ന് വരും. അതിന് എന്റെ അമ്മയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നീ ആരടി ചെകുത്താനെ? ചെകുത്താൻ നിങ്ങളുടെ മറ്റവളാ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണുമായി ഒരു ബന്ധമില്ലെന്നല്ല നിങ്ങൾ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ അമ്മയുടെ കണ്ണിലെ കൃഷ്ണമണി, ഒന്നും അറിയാത്ത നിഷ്കളങ്കൻ. നിനക്ക് തലയ്ക്ക് നല്ല മുഴുത്ത വട്ട. കൂടുതൽ വിളച്ചെടുത്ത കയ്യും കാലും തല്ലി ഒടിച്ച് വീട്ടിനകത്ത് ചങ്ങലക്കിട്ട് പൂട്ടും ഞാൻ. ആഹാ, അങ്ങനെ ഉണ്ടായില്ലേ? നിങ്ങളെ കാത്തിരിക്കുന്ന മൂശേട്ടുണ്ടല്ലോ, അവളെ അതേപോലെ ഇതേ മുറിയിൽ ചങ്ങലക്കിട്ട് പൂട്ടും ഞാൻ. എല്ലാം പോട്ടെ. ആഹാ, അയ്യോ, ഈ കാലമാണ് എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, എന്നെ കൊല്ലുന്നേ. മഹാബലി, വിടാൻ. എന്റെ അമ്മ ഈ വീട്ടിൽ ജീവിക്കാൻ നാട്ടുകാരെ ജനിച്ച പിന്നെ ഇന്ന് വരെ എന്റെ അമ്മ എന്റെ ദേഹത്തോടത്തുള്ള മണ്ണ് പോലും വീഴ്ത്തിട്ടില്ല. നിന്റെ പ്രാന്ത് നാട്ടുകാരെ കൂടി കെട്ടിക്കണ്ടേ? എന്റെ ജീവിതം നശിപ്പിച്ച കൊന്നുകളെ തന്നെയാണ്. എന്നെ അടിക്കാറായിട്ട് നീ ഉരുമ്പട്ടവളെ.
വയ്യ, ഇനി എനിക്ക് വയ്യ. രണ്ടിലൊന്നും തീരുമാനിക്കാതെ ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നത് ആത്മഹത്യ എന്നതിന് തുല്യ. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വയ്യ. രണ്ടിലൊന്ന് തീരുമാനിക്കാനില്ല, ഒന്നേ തീരുമാനിക്കാനുള്ളൂ. ഒന്നേ ഒന്ന്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഞങ്ങളത് തീർത്തു തരും. കാശ് റെഡിയാണല്ലോ? രാത്രി ഒരു സ്ഥലം വരെ നമുക്ക് പോണം. അയ്യോ, എന്താ അങ്ങനെ പലതും കേൾക്കും, കാര്യമാക്കണ്ട. കാശ് കയ്യിൽ തന്നെ ഉണ്ടല്ലോ? ഉണ്ട്. വാ. അതാരാ? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? നടക്ക്. കാണുന്നത് മുഴുവൻ തുറന്നു നോക്കാണ്ട് നടക്കണ്ടോ? അത് ബാംഗ്ലൂർക്ക് അയക്കാനുള്ളതാണ്. നമ്മളിപ്പോ ആരെയാ കാണാൻ പോകുന്നത്? തലൈവര് വെള്ളൈച്ചാമി. ഞാൻ പറഞ്ഞ ആളാണ്, പണം കൊണ്ടുവന്നിട്ടുണ്ട്. പണം അതിലിട്ടോ, കയ്യിൽ വാങ്ങില്ല. വച്ചു നീട്ടാതെ കാര്യം വേഗത്തിൽ നടത്തണം. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സുധാകരന് അവർ തലയിൽ കയറി കിടക്കുന്ന ഒരു ചെകുത്താനാണ്. என்னடா ஆண்டனி, அந்த செட்டியார் அழியனை ശരിയാക്കി കൊടുക്കരുത്. നമ്മ ബുധൻകിഴമയ്ക്ക് തന്നെ വെച്ചത്, അത് കഴിയട്ടും അല്ലടാ. ദിവസം അറിയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സുധാകരന് കാര്യം നടന്നു കിട്ടിയാ മതി. ഒന്നുതാണ്, അത്രയ്ക്ക് കഷ്ടமான കാര്യം ഒന്നും അല്ല. നീങ്ക ധൈര്യമായിട്ട് പോങ്കോ, ഇത് നടന്നിടും. പക്ഷേ ഒരു കണ്ടീഷൻ. സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ചിട്ടും രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ അറ്റ കൈ പ്രയോഗിക്കുന്നത്. എങ്കിലും മനസ്സിന് വിഷമമുണ്ട്, വേദനയുണ്ട്. അതുകൊണ്ട് പറയുക, അവളെ വേദനിപ്പിക്കാതെ കൊല്ലണം. ദൈവത്തിന് വരെ ഒരാളെ വേദനിപ്പിക്കാതെ കൊല്ലാൻ പറ്റില്ല. വേദന അറിയാതിരുന്നാ പോരെ. അവള് വേദനിക്കാൻ പാടില്ല, അത് നിർബന്ധമാണ്. ഉങ്ക സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ധൈര്യമായിട്ട് പോങ്കോ, അന്ത പൊണ്ണ് അശേഷം വേദനിക്കില്ല. പൊന്നുമാ, മരണം പല വിധത്തിൽ വരലാം. ചിലപ്പോ ഗ്യാസുകാരനായി, അല്ലെങ്കിൽ പത്രക്കാരനായി, അതുമല്ലെങ്കിൽ പോസ്റ്റ്മാനായി, എപ്പോഴും വേണേണോ വരലാം. നിങ്ങളുടെ നല്ല കാലത്തിന്റെ ആരംഭമാണിത്. ഒന്ന് എവിടെങ്കിലുമൊക്കെ കറങ്ങി 2-3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നാ മതി. ഞങ്ങളൊന്ന് ഒരുങ്ങട്ടെ. ഗുഡ് ലക്ക്. എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോയില്ലേ? എത്ര വഴക്കിട്ടാലും വൈകുന്നേരം വരുമായിരുന്നല്ലോ. വന്നുവല്ലോ, അത് മതി. സുധാകരട്ടൻ ഇന്നെങ്കിലും എത്തണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് കാർത്തിക നക്ഷത്ര, സുധാകരട്ടന്റെ ജന്മനാളാ ഇന്ന്. അമ്പലത്തിൽ പോയി സുധാകരട്ടന്റെ പേരിൽ അർച്ചന നടത്തി. ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഒരു സന്തോഷമില്ലാത്തെ? ജന്മനാളായിട്ട് അമ്മ കൂടില്ലെന്ന് വിചാരിച്ചിട്ടല്ലേ?
അവള് ചെയ്ത തെറ്റോ ശരിയോ ആവട്ടെ, എന്നാലും നീ കാണിച്ച അന്തസ്സുകേട. അവളെ തനിച്ചാക്കിട്ട് വീട് വിട്ടിറങ്ങാൻ നിന്നോട് ആരാ പറഞ്ഞേ? അവക്ക് എന്തെങ്കിലും സംഭവിച്ച നീ ആരോട് എന്തുത്തരാ പറയാ? ആ പൊതുവാളിനെയും പങ്കയത്തിനെയും കൂട്ടി എന്റെ മോൾ എന്നെ വിളിക്കാൻ വന്നപ്പോ ഇതാ ഈ നെഞ്ചാ പൊട്ടിയത്. അതുവരെ കാണാത്ത ഒരു സ്നേഹമായിരുന്നു എന്റെ കുട്ടിക്ക്. കരച്ചില് തന്നെ കരച്ചില്. മോനെ, അവളുടെ മനസ്സ് പാവാടാ, നല്ലോളാടാ. അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇനി അവളെ നീ വേദനിപ്പിക്കരുത്. ഓരോരുത്തരുടെ ഉപദേശം കേട്ട് നിന്നെ വേദനിപ്പിക്കേണ്ടി വന്നതിന് അവളിപ്പോ ഉരുകയാ. നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കണം. സത്യം എന്താണെന്ന് നീ അറിയാൻ പോണേ ഉള്ളൂ. എല്ലാം പൊതുവാള് പറയും. കുട്ടി ഇതെന്ത് പ്രാന്തായി കാണിക്കുന്നത്? എന്തിനാ മഴ അനയുന്നത്? സുധാകരേട്ടൻ വന്നില്ല. മഴ അനഞ്ഞ സുധാകരൻ വരുമോ? കുട്ടി ഇങ്ങ് വന്നേ, വരൂ, വരാൻ. അകത്ത് കയറൂ. എന്നാ തല ഓർത്ത് കത്തിക്കോളൂ. ഭർത്താവുമായി വഴക്കിട്ട് വിരിഞ്ഞ് ഭാര്യ മഴ നനയുന്നതിൽ ഒരർത്ഥമില്ല. വീടാവുമ്പോ സമാധാനം വേണം. ആ സമാധാനം കിട്ടാതെ ആവുമ്പോഴാണ് കാണുന്നതൊക്കെ ഗംഗയാണെന്ന് സങ്കല്പിച്ച് മനുഷ്യൻ ഏത് കുളത്തിലേക്ക് എടുത്തിയാടുന്നത്. ഒന്നുമില്ലെങ്കിൽ മോക്ഷെങ്കിലും കിട്ടുമല്ലോ. വേണ്ട, പേടിക്കണ്ട, സുധാകരൻ എവിടെയും ചാടിയിട്ടുണ്ടാവില്ല. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഹൃദയത്തിന്? സ്വർഗം പോലുള്ള ഒരു വീടല്ലേ കുട്ടിക്ക് കിട്ടിയത്. എന്നിട്ടും അവരെ ഇട്ടിങ്ങനെ കഷ്ടപ്പെടുത്താൻ ചിന്നമ്മാളും അമ്മയും സുധാകരനും കുട്ടിയോട് എന്ത് തെറ്റാ ചെയ്തത്? അത് പിന്നെ ഇങ്ങനൊക്കെ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് സ്നേഹമുള്ളൂ. സ്നേഹം ഉള്ളത് കൊണ്ടാണോ കുട്ടി ഇതൊക്കെ കാട്ടിയത്? അത് അമ്മ പറഞ്ഞതുപോലെയല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. അമ്മ എന്താ പറഞ്ഞു തന്നത്? ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചിട്ടും അമ്മയ്ക്ക് നല്ല തൻ്റെടം ഉള്ളതുകൊണ്ടാ എന്നെ വളർത്തി ഇത്രയാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പെണ്ണുങ്ങളായാൽ നല്ല തൻ്റെടം ആവശ്യമാണെന്ന് അമ്മ പറഞ്ഞു. അതാ ഞാൻ സുധാകരനോടും അമ്മയോടും അങ്ങനെ പെരുമാറിയത്. അമ്മയാ പറഞ്ഞത് തെറ്റാ മോളെ. കല്യാണം കഴിയാൻ വളരെ എളുപ്പാ, പക്ഷെ നല്ലൊരു ഭാര്യയാവാൻ അതിത്തിരി പ്രയാസം തന്നെയാ. നല്ലോണം സ്നേഹിക്കണം. സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിക്കുന്ന പെണ്ണിന് വരെ ഒരു പദം വരണം. അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടാവുമെന്നേ ഉള്ളൂ. മനസ്സുകൊണ്ടെങ്കിലും അവൾ വിധവയായിരിക്കും. ഇനിയും ഒന്നും ചോദിച്ച് നീ എന്റെ ഭാര്യ വിഷമിപ്പിക്കണ്ട. ഇപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഒക്കെ നന്നായി വരും. നല്ല മഞ്ഞുണ്ട്. സുധാരൻ വീട്ടിലേക്ക് പോ. സുധാരേട്ടാ, എന്നോട് ദേഷ്യമാണല്ലേ? നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും എന്നോട് ദേഷ്യമാണല്ലേ? സുധാരേട്ടനെ വേദനിപ്പിച്ചതിന് മരിച്ചാലോ എന്നുവരെ ഞാൻ വിചാരിച്ചതാ. പക്ഷേ എനിക്ക് ജീവിക്കണം. സുധാരേട്ടന്റെ കൂടെ തന്നെ ജീവിക്കണം. എനിക്കൊരു വാക്ക് തന്നാ മതി. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നെ ശിക്ഷിക്കാനായി സുധാരേട്ടൻ ഒരിക്കലും ഗംഗയിൽ ചാടരുത്. ഇതിനേക്കാൾ മധുരത്തോടെ ഇതിനു മുമ്പ് നീ എന്നോട് സംസാരിച്ചിട്ടില്ലേ? സത്യം പറ, 1% ഹൃദയത്തിൽ തട്ടിട്ടാണോ നീ ഇത് പറയുന്നത്?
എനിക്കിപ്പോ ഹൃദയമില്ല. അതൊക്കെ സുധാകരേട്ടനൊന്നും വരരുതെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഉരുകി തീർന്നു പോയി. അമ്മ പറഞ്ഞതൊക്കെ അനുസരിച്ചത് എന്റെ തെറ്റ്. പെണ്ണിനെ ഇസ്പയുടെ 7-ാം കുലയിൽ കാണുന്ന സ്വഭാവം എല്ലാ ആണുങ്ങൾക്കും ഉണ്ട്. കാര്യം ഭർത്താവാണെന്ന് വെച്ച് ആരും ആരുടെ അടിമയല്ല. കീഴടങ്ങിക്കൊണ്ടുള്ള ജീവിതം ഏത് പെണ്ണിന് ശാപമായിരിക്കും. ഈ അമ്മ അത് അനുഭവിച്ചോളാണ്. എന്തിനാണ് അമ്മ ഒരാളെ ചാലഞ്ച് ചെയ്യുന്നത്? ഈ ഫോട്ടോ കണ്ടാൽ അറിയില്ലേ ആളൊരു പാവത്താനാണെന്ന്? അങ്ങനെ ഒരു പാവമില്ലടി. ഏതൊരു പുരുഷന്റെ അകത്തും ആവശ്യത്തിന് വില്ലത്തരമുണ്ട്. അവരെന്തായാലും മറുകണ്ഠം ചാടും. ഒന്ന് സ്ട്രിക്റ്റ് ആയാൽ അവരെ പിടിച്ചു നിർത്താം. അല്ലെങ്കിൽ ഏത് പെണ്ണിന്റെ ഭർത്താവിനെയും വേറൊരു സ്ത്രീ അനുഭവിക്കും. അതും ഞാൻ കണ്ടതാണ്. എന്തിനാ വെറുതെ അച്ഛനെ കുറ്റം പറയുന്നത്? കുറ്റം പറയല്ല മോളെ. പുണ്യം കിട്ടാൻ വേണ്ടി ഗംഗയിൽ ചാടുമ്പോ ഒറ്റയ്ക്കങ്ങ് ചാടിയാ മതിയായിരുന്നില്ലേ? എന്തിനാ ഒരു ആന്ധ്രക്കാരുടെ വലത്തെ കൈ അദ്ദേഹത്തിന്റെ ദേഹത്തോട് കൂട്ടിക്കെട്ടിയത്? എന്നിട്ട് അവര് മരിച്ചോ? മരിച്ചില്ല. കെട്ടഴിഞ്ഞപ്പോ അവര് നീന്തി രക്ഷപ്പെട്ടു. അത് ശരി. ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞ് അച്ഛനെ പറ്റിച്ചത് ആ സ്ത്രീ അല്ലേ? ആ ഗതി നിനക്ക് വരരുത്. മറ്റൊരു പെണ്ണിന്റെ വാക്ക് വിശ്വസിച്ച് നിന്റെ ഭർത്താവ് ഏതെങ്കിലും ഗംഗയിൽ ചാടിയോ അതോടെ നിന്റെ ഗതി അധോഗതിയാവും. ഒരു കാര്യത്തിനും 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത്. എല്ലാ കാര്യത്തിലും നിനക്കല്പം മുൻതൂക്കം വേണമെന്ന് എനിക്കിത്തിരി വാശിയുണ്ട്. എല്ലാവർക്കും അമ്മയുടെ അനുഭവം ആവുന്ന അമ്മയുടെ വിചാരം. എനിക്ക് തെറ്റുപറ്റിയതാ, ശരിക്കും തെറ്റുപറ്റിയതാ. എന്നോട് ദേഷ്യമില്ലെന്ന് പറയൂ. ദേഷ്യമില്ല. ഞാൻ ഈ സന്തോഷം വേറൊരാളോടും കൂടി പറയട്ടെ. ആരോട്? നമ്മുടെ കുഞ്ഞിനോട്. മരണം പല വിധത്തിൽ വരലാം. ചിലപ്പോൾ ഗ്യാസുകാരനായി, അല്ലെങ്കിൽ പോസ്റ്റ്മാനായി, എപ്പടി വേണോനാ വരലാം. നീ വിവരം അമ്മയോട് പറഞ്ഞോ? ഇല്ല. ജീവിക്കണോ മരിക്കണോന്ന് തീരുമാനിച്ചിട്ട് പറയാന്ന് വെച്ചു. ഇനി പറയല്ലേ? പറയാം, പറയാം. ധൈര്യത്തോടെ നിനക്ക് ആരോട് വേണമെങ്കിലും പറയാം. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്.
എവിടെയായിരുന്നു സുധാകര? ഹലോ ഹലോ, ഹലോ 3568 ഒരു ആന്റണി ഡിസൽവ അവിടെ. എന്താ എന്തു പറ്റി? ഒന്നുമില്ല. ഹലോ മിസ്റ്റർ സുധാകരൻ, കാര്യം നടക്കാൻ പോകുന്നു. ഒരു ഗ്യാസുകാരനെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. അവൻ പുറപ്പെട്ടു കഴിഞ്ഞു. പഴയ ഗ്യാസ് സിലിണ്ടർ മാറ്റി പുതിയത് ഫിറ്റ് ചെയ്ത് ഹൃദയകുമാരി ബർണറിൽ തീ കാണിക്കുന്നതും ഒരു സ്വപ്നം പോലെ അവൾ ആവിയായി തീരും. വേണ്ട, അവളെ കൊല്ലണ്ട. ഹലോ ഹലോ പ്ലീസ്, അവളെ കൊല്ലണ്ട. ഹലോ കത്തിച്ചു നോക്കൂ. ഇവൻ കൊല്ലാനാ വന്നത്. പാവപ്പെട്ട സ്ത്രീയെ നീ മനസ്സിലാക്കി തരടാ. എന്താണോ നിനക്ക്? ആ നമ്മുടെ സ്ഥിരം ഗ്യാസാരനാ. നിനക്കൊന്നും പറ്റില്ല. എനിക്കല്ല പറ്റിയത്. പറ്റിയത് മുഴുവൻ ആ പാവത്തിനാ. എന്തിനാ ഇങ്ങനെ ഒരാളെ തല്ലുന്നത്? എനിക്കറിയില്ല. പക്ഷെ നിന്റെ അടുത്ത് ആര് വന്നാലും ഞാനിപ്പോ തല്ലും. ഹൃദയകുമാരിക്ക് കുറഞ്ഞപ്പോ സുധാകരന് കൂടിയെന്നാ തോന്നണേ. നമ്മളൊരു 5 മിനിറ്റ് വൈകിപ്പോയി. ഇന്നിനി അങ്ങോട്ട് കയറണ്ട. കറണ്ട് ഷോർട്ട് സർക്യൂട്ട് ആക്കിയാലോ? വരട്ടെ, പറയാം. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയെന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം കുറച്ചു മാസത്തേക്ക് നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് മാറാം. നിനക്ക് ഈ സമയത്ത് അതൊരു ചേഞ്ച് ആവും. ഈ സമയത്ത് ഞാൻ എവിടേക്കും തൽക്കാലം ഇല്ല. സുധാരേട്ടന്റെ അമ്മയെ വിട്ട് ഞാൻ എവിടേക്കും വരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ ദിവസം വരെ എനിക്ക് അമ്മയൊന്ന് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സുധാരേട്ടന് എന്ത് പറ്റി? ഹലോ, നിന്റെ അമ്മയാ? അയ്യോ, എനിക്ക് സംസാരിക്കണ്ട. അമ്മയുടെ ഉപദേശം കേട്ടിട്ടാ എന്റെ ജീവിതം കുട്ടിച്ചോറായത്. എനിക്ക് വേണ്ട. റോങ് നമ്പർ. എന്താ മോളെ? ഒന്നുമില്ലമ്മേ.
മുതലാളിയെ വിചാരിച്ചിട്ടാ ഞാൻ അയാളെ പറ്റി പോലീസിൽ പരാതി കൊടുക്കാഞ്ഞത്. എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഇയാള് ഗ്യാസ് ഊറ്റി വെക്കാൻ ചെന്നപ്പോ ഹൃദയകുമാരുടെ കൈ കയറി പിടിച്ചു. സുധാകരൻ ഇയാളുടെ കുറ്റി നോക്കി ഒന്ന് താങ്ങി. ഈ പറഞ്ഞതെല്ലാം ഒന്നും പറയണ്ട. 100 രൂപ അത്രയും കള്ളം കൊണ്ടുപോയി തിന്നെ. തരുന്ന മുതലാളിയാണെങ്കിൽ കണക്ക് സുധാകരന്റെ പേരിൽ എഴുതും. അതിനായിട്ട് ഇനി സുധാകരന്റെ ഗ്യാസ് ഊറ്റി ഇല്ലാണ്ടാക്കണ്ട. ഇയാൾ പോ. ഇത് മരുന്ന് വാങ്ങിക്കാൻ കൂടി തികയില്ല. എന്നാ പോയി വിഷം വാങ്ങിച്ചതിന് പോ. എന്തെങ്കിലും ഒന്നും മനസ്സിൽ തട്ടാതെ സുധാകരൻ ഇത്ര പെട്ടെന്ന് ഈ മാറ്റം വരില്ല. ഞാനൊന്ന് അവനെ പോയി കണ്ടാലോ? തൽക്കാലം മുതലാളി ഒഴിഞ്ഞു നടക്കുന്നതാണ് നല്ലത്. ബ്രോക്കർക്കുള്ള തനിയെ വെച്ചിട്ടുണ്ടെന്നാ കേട്ടത്. എന്നാ പിന്നെ പോയി കാണാല്ലേ? എന്താ തീപ്പൊരി. ഹലോ ഹലോ നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? കാര്യം എന്താണെന്ന് അറിയാമല്ലോ. മുട്ടാനും തട്ടാനും നമുക്ക് ആരോഗ്യം പോരാ ശിവരാമ. സുധാകരന് ഭ്രാന്താണ് പൊതുവായ സംസാരം. മനുഷ്യന് ഭ്രാന്ത് വരാൻ ഭ്രാന്തനായി എന്നെ കടിക്കണമെന്നില്ല. അല്ലാതെ വരൂ. പ്രിയപ്പെട്ട സുധാകര, ഒരു സന്തോഷ വാർത്ത. വേദനിപ്പിക്കാതെ നിങ്ങളുടെ ഭാര്യയെ കൊല്ലുവാനുള്ള മുഹൂർത്തം ഇന്ന് കാലത്ത് 11:30 നിശ്ചയിച്ചിരിക്കുന്നു. കൃത്യസമയത്ത് അശേഷം വേദനിപ്പിക്കാത്ത ഒരു ബോംബുമായി പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും. രജിസ്റ്റർ ചെയ്തയക്കുന്ന ബോംബ് ഹൃദയകുമാരി ഒപ്പിട്ട് വാങ്ങി തുറന്നു നോക്കിയാൽ ഈ ചിത്രത്തിൽ കാണുന്ന വിധം ഭംഗിയുള്ള ഒരു തലയോടായി അവൾ മാറും. ഗുഡ് ബൈ, ആന്റണി ഡി സിൽവ. ചങ്ങലൊക്കെ എന്റെ സമയമായി ശിവരാമ. ഇതാളിപ്പോയി. അയ്യോ, അതിലൊന്ന് ഒപ്പിടൂ. നിനക്കെന്റെ ഭാര്യയെ ബോംബ് വെച്ച് കൊല്ലണമല്ലോ. ഞാനിവിടെ പുതിയ പോസ്റ്റ്മാനാണ് സാർ. എന്നെ തല്ലല്ലേ സാർ? പോസ്റ്റ്മാൻ തൊഴിൽ ഒരു ലെറ്റർ ഞാൻ തല്ല സാർ. അത് തുറക്കരുത്, പൊട്ട. അയ്യോ, പൊട്ടി. അത് പൊട്ടി. എന്ത് പൊട്ടിനാ സുധാരേട്ടൻ പറയുന്നേ? അവിടെ ഒന്നും പൊട്ടിട്ടില്ല. അയ്യോ, ഹൃദയം എന്നെ കളിക്കുന്നേ. തുറക്കരുത്, ബോംബാണ്, ബോംബാണ്. അയ്യോ അമ്മേ. പൊട്ടുന്നെങ്കിൽ എന്റെ കയ്യിരുന്ന് അങ്ങ് പൊട്ടട്ടെ. അയ്യോ, ഇത് സുധാകരന്റെ അച്ഛൻ പഴനിന്ന് വെച്ച പ്രസാദാ. പഴനിയിൽ നല്ല നെല്ലിക്ക കിട്ടുമെങ്കിൽ അത് കുറച്ചിങ്ങോട്ട് വാങ്ങിച്ച് അയക്കാൻ പറയാം. ഇവന്റെ തല നെല്ലിക്കാത്തളം വെക്കേണ്ട സമയമായിന്ന് തോന്നുന്നേ. കോഴുത വാ മോളെ, എന്തൊരു സൗര്യക്കേടാ ഇത്. എന്താ? നീ വളരെ സൂക്ഷിക്കണം. നിന്നെ അന്വേഷിച്ചൊരു പോസ്റ്റ്മാൻ വരാൻ സാധ്യതയുണ്ട്. അയാൾ തരുന്നൊരു കാർഡാണെങ്കിൽ പോലും നീ വാങ്ങരുത്. ആരാ പോസ്റ്റ്മാൻ? അത് ഏതായാലും ഇപ്പൊ വന്ന പോസ്റ്റ്മാൻ അല്ല, അത്ര എനിക്ക് പറയാൻ പറ്റൂ.
ഈ വടിയും ടോർച്ചും ഒക്കെ? വെളിച്ചം കാണാൻ ഇത്രയും വലിയ ടോർച്ച് വേണം? നാരായണ ഭഗവാനെ ഗുരുവായൂരപ്പ. ഹൃദയം ഹൃദയം അവള് കാലത്ത് തന്നെ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് പോയടാ. നിന്റെ ഈ പ്രാന്തങ്ങൾ എണ്ണിട്ട് അവൾ ആകെ ഭയന്നിരിക്കുക. നീ വേഗം പോയെന്ന് കുളിച്ച്. ഞാൻ ആ തിരുമേനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു ചരട് എഴുതി കെട്ടാൻ. ആര് പറഞ്ഞു അവളോട് ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോവാൻ? എന്താ ഇത്? ഒരു പെണ്ണൊറ്റയ്ക്ക് നടന്നു പോകുമ്പോ കൂടെ വന്ന് കൊല്ലാൻ ശ്രമിക്കുന്നതാ നിന്നെ ഞാൻ. ആരാ നിങ്ങൾ അയച്ചത്? സത്യം പറയടാ. മാറിക്കോ. പറയാൻ സൂക്ഷിച്ച് സംസാരിക്കണം മിസ്റ്റർ. ഈ സ്ത്രീയുടെ പേഴ്സ് താഴെ വീണുപോയി. അത് കൊടുക്കാൻ ഞങ്ങൾ പുറകെ ഓടി. നിങ്ങൾ എന്തോട്ടാ അവിടുന്ന് വിളിച്ച് നിന്നൂടെ? അയ്യോ, ഇതെന്റെ പേഴ്സാ. അഥവാ ഇനി ഒരു പെൺകുട്ടിയുടെ പേഴ്സ് നിലത്ത് വീണ അത് എടുത്തു കൊടുക്കാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? അതിലൂടെ പോലീസില്ലേ? അങ്ങനെ അങ്ങ് പോയാലെങ്ങനാടാ? സഹോദരിക്കൊന്നും തോന്നരുത്. ഞങ്ങൾക്ക് ഇയാക്കിട്ട് രണ്ട് പൂഷണം. വഴിയെ പോയ ഞങ്ങളെ കയറി തല്ലിട്ട് സഹോദരങ്ങളെ അടിക്കല്ലേ. അതെ, ഇതെന്റെ ഭർത്താവാ. രോഗിയാ. 2 മാസമായിട്ട് മാനസികമായിട്ട് നല്ല സുഖമില്ല. ദേ, അമ്പലത്തിൽ നിന്ന് വഴിപാട് വെച്ചിട്ടുണ്ടൊരു വട്ട് കേസാടേ, വിട്ടേരെ. ബാപ്പുവാ. അയ്യോ, എന്താ മോനെ നീ കാണിക്കുന്നേ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇല്ലാത്ത ഭ്രാന്തങ്ങളെ മുഴുവൻ കളിക്കുന്നവളാ. അതിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഒടുക്ക നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇവള് പറയാ അവളുടെ ഭർത്താവിന് വട്ടാണെന്ന്. അമ്മ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാട്ടുകാരുന്ന് സുധാകരേട്ടനെ തല്ലി ചതച്ചേനെ. രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു കളവ് പറഞ്ഞതേ ഉള്ളൂ. എന്തിനാ എല്ലാവരുടെ ദേഹത്ത് ഇങ്ങനെ ചാടി വീണേ? സുധാകരേട്ടന് എന്താ പറ്റിയേ? എനിക്ക് വട്ടാ. എന്തിനാ നീ അവളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ നിന്നെ കുറെ ദിവസം കൊണ്ട് ശ്രദ്ധിക്കുക. നിനക്ക് വട്ട് തന്നെയാ, മുഴുവട്ട്. അല്ലാണ്ട് പിന്നെ സാർ ഒന്നും പറയണ്ട. പറയാൻ വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഹൃദയകുമാരിയുടെ കാര്യം ഒന്ന് തീരുമാനിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വല്പം വിട്ടു നിൽക്കുകയായിരുന്നു. ഏറി വന്നാൽ ഇനി ഒരാഴ്ച, അതോടെ അവള് ഡിം. വേണ്ട, ഒരു ഡിമ്മും വേണ്ട. അവള് പാവ, അവളെ കൊല്ലണ്ട. അവളെ രക്ഷിക്കാൻ ശ്രമിച്ച് എനിക്കിപ്പോ മട്ടായി. ഒരു കാര്യം ചെയ്യൂ, ദയവ് ഇത് എന്നെ ഒന്ന് കൊന്നു തരുവോ? ഒരു കാര്യം ചെയ്യല, അവൾക്ക് പകരം നമുക്ക് വേറൊരാള് വേണം. അവളെ ഒരാണേ. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് പേരെ നമ്മൾ സഹായിച്ചിട്ടില്ലേ? ഇവരെയും നമുക്ക് സഹായിക്കാം. ഒന്നുമില്ലെങ്കിലും ആ പെണ്ണ് രക്ഷപ്പെടുമല്ലോ. അതെ, അവളെ രക്ഷപ്പെടണം. രക്ഷപ്പെടുത്താം. പക്ഷെ ഒരു കാര്യം, കൊല്ലുന്നതിനുള്ളതുപോലെ രക്ഷപ്പെടുത്തുന്നതിനും നമുക്കൊരു ഫീസുണ്ട്. ഒരു അഡീഷണൽ 25,000 ഇതാ ഉണ്ടാവും. എന്ത് വേണമെങ്കിലും തരാം, പക്ഷെ അവളെ കൊല്ലരുത്. ഇല്ല, കൊല്ല മാട്ടെ. നീങ്ക നിമ്മടിയാ പോങ്കോ. പോങ്കോ. ഇവന് വട്ടാണെന്നാ തോന്നുന്നേ. വിവരം കിട്ട സാധനം. 25,000 നമുക്ക് തന്നു. പിന്നെ 25 എടുക്കാൻ വേണ്ടി പോയിരിക്കുക. വട്ടൻ. ഞാൻ പകുതി അടച്ചു പിടിച്ച കണ്ണില അവൻ പകുതി വരേണ്ടത്. ഹൃദയകുമാരിയെ പോയിട്ട് ഒരു ഈച്ചയെ പോലും നമ്മൾ കൊല്ലാൻ പോണില്ല. കാശുണ്ടാക്കാൻ വേണ്ടി ഒരാളെ കൊല്ലാനൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ പറ്റിക്കാതെ ഇക്കാലത്ത് എങ്ങനെയാണ് ആര് കാശുണ്ടാക്കുന്നത്? എടോ, എന്നെ കൊണ്ടോ തന്നെ കൊണ്ടോ ടാറ്റോ ബിർലയോ ഒന്നും ആകാൻ പറ്റില്ല. പിന്നെ കാശുണ്ടാക്കാൻ ഇതാ മാർഗം. എങ്ങനെയെങ്കിലും ആ വായി നോക്കിയ വരട്ടി ഇനിയും കാശ് തട്ടണം. കിട്ടാവുന്നിടത്തോളെങ്കിൽ പോരട്ടെ. അതല്ല ഇവരെ ആ വെള്ളയിച്ചാമി
ആ തലൈവരെ ആ വെള്ളയിച്ചാമി ആ തലൈവരെ ആ വെള്ളയിച്ചാമി ആ ജിങ്കി ചിക്ക ആ ജിങ്കി ചിക്കി ആ തലൈവരെ ആ വെള്ള. എന്തൊക്കെ ഭ്രാന്ത സുധാരായി കാണിക്കണേ? എണീക്കൂ. എന്താണ്ടായെന്ന് പറയൂ. ഞാൻ അനുഭവിച്ചത് മുഴുവൻ അറിയാവുന്ന ഒരാളായതുകൊണ്ട് പറയാ. എന്നെ സഹായിക്കണം, രക്ഷിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തു, തിരുത്താൻ കഴിയാത്ത തെറ്റ്. സുധാകര, ഹൃദയത്തെ രക്ഷിക്കാനുള്ള പരക്കമ്പാച്ചിൽ കണ്ട് എനിക്ക് വട്ടാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു. ഹൃദയത്തോടെ എല്ലാം തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ അവളെ കൊല്ലാൻ ഏൽപ്പിച്ചു എന്ന് ഞാൻ അവളോട് എങ്ങനെ പറയും? ചേട്ടൻ എന്നെ സഹായിക്കണം, എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. സുധാകരൻ വിഷമിക്കണ്ട, എല്ലാം ഞാൻ ഹൃദയത്തെ പറഞ്ഞ് മനസ്സിലാക്കാം. എങ്ങനെ ആ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആലോചിക്കും. മറ്റേ പാർട്ടി സിന്ധിന് വരുന്ന ലക്ഷണമില്ല. ശവം എന്തോ എനിക്ക് ഇനി ഞാൻ എഴുത്തിടുമ്പോ വന്നാ മതി. ശരി, പൊക്കോ. ആന്റണി, അന്റെ സുധാകരൻ പണം കൊണ്ടുവരുമാ? കൊണ്ടുവരാതെ പിന്നെ എവിടെ പോവാനാ? കൊണ്ടുവരും. എന്റെ റീഡിംഗ് ഒരിക്കലും തെറ്റാറില്ല ചാമി. പണം കിട്ടിയാൽ അടുത്ത നിമിഷം നമ്മൾ സ്ഥലം വിടും. അടുത്ത കളി തെങ്കാശി അല്ലേനാ ബാംബെ. ഒളിഞ്ഞോടാ. അടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിടിച്ചു നിൽക്കാം. ഒറ്റയ്ക്ക് വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? കൂടുതൽ കളി വേണ്ട. 14 കൊലപാതകം ചെയ്തിട്ടുള്ള തീവ്രവാദിയാണ് ഞാൻ. ശക്തികൾ തമ്മിലുള്ള പോരാട്ടം ഇരുകൂട്ടർക്കും ദോഷം ചെയ്യപ്പെട്ടു. നെൽക്കളിയിലെ വന്നാല് ഞാൻ എന്റെ അടവുകൾ ഓരോന്നായിട്ട് പുറത്തെടുക്കും. എനിക്ക് പല അടവുകളും അറിയാം. നിങ്ങൾ പാവല്ലെന്ന് വിചാരിച്ചിട്ടാ ഓരോന്നായിട്ട് പുറത്തെടുക്കണം. മുഴുവനായിട്ട് പുറത്തെടുക്കണം. മലയാളി, എനിക്ക് ഒറ്റ അനുഭവം തരണം. ഞാൻ ഒന്നും ഞാനേ രക്ഷപ്പെട്ടു. ഞാനല്ലടോ. മുതലാളി, എനിക്കൊരാഗ്രഹം. ഞാനിവനെ ഡീസൽ വന്നാൽ ഇളക്കടാ. ഞാൻ വരാം. ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പാണ്. ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്കെങ്കിലും തയ്യാറാവണം. പ്ലീസ് പ്ലീസ് എല്ലാവരും വിട്ടുപോട്ടാണ്. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാം. ഇനി സമയം വൈകിട്ടില്ല. ഞാൻ ഒത്തുതീർപ്പിന് തയ്യാറാണ്. സത്യം. പഞ്ചര പഞ്ചര ഇതിരിക്കുന്നത്. കിട്ടിയ ആളെ
എന്റെ പൊന്നിയേട്ടാ, വെള്ളച്ചാമിയല്ലേ നാളെ തല്ലി കൊല്ലല്ലേ. അയ്യോ അയ്യോ ഒരു കാര്യം കൊലപാതകം ചെയ്ത തീവ്രവാദിയാണ്. അയ്യോ ആശം തെറ്റിക്കേട്ടതാ. 14 കൊലപാതകം ചെയ്ത തീവ്രവാദി എതിർത്തയാളാ ഞാൻ. ഗ്യാസുകാരൻ, പോസ്റ്റ്മാൻ, വേദനിപ്പിക്കാതെ കൊല്ലും. കൊല്ലൂല എന്ന് പറഞ്ഞിട്ട് കൊല്ലുന്നതിനേക്കാളും നല്ലതല്ലേ കൊല്ലെന്ന് പറഞ്ഞിട്ട് കൊല്ലാതിരിക്കുന്നത്. എടാ കുടുംബം കലക്കി, ഇവൻ ഒറ്റൊരുത്തിനാ നിനക്ക് കാരണം. എവിടാ ഞാൻ നിന്ന കാശ്? ചെലവായി പോയി. 14,000 രൂപ ബാങ്കിലുണ്ട്, ബാക്കി ചെലവായി പോയി. നമ്മളൊക്കെ ചെറുപ്പമല്ലേ, ധാരാളം ചെലവ് കാണൂല്ലേ. നമുക്ക് ഇവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാം. പെട്രോൾ നമുക്ക് നമ്മുടെ ബസ് കയറ്റി കൊന്നുകളെ. എന്താ വേണ്ട, ഞാൻ കൊടുക്കും. അമ്പലത്തിൽ പോയി കതിന കൊണ്ടുവരെ ഇവരുടെ ദേഹത്ത് കെട്ടി വെച്ച് പട്ടപ്പട്ട പൊട്ടിക്കാം. അല്ല, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ ജീവനോടെ ഇരുന്നാലേ ബാങ്കിൽ ചെന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റൂ. സോറി. എന്നാ ആദ്യം ഇവനെ കൊണ്ട് കാശ് വിഡ്രോ ചെയ്യിപ്പിക്കുക. അതിനുശേഷം ഇവന്മാരെ വേദനിപ്പിക്കാതെ കൊല്ലുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. സുധാകര, താൻ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ. ഹൃദയകുമാരി അവിടെ വിഷമിച്ചിരിക്കായിരിക്കും. പോയിക്കോ. എനിക്ക് ദേഷ്യമില്ല കേട്ടോ. സുധാരേട്ടൻ എന്നെ കൊല്ലണമെന്ന് വിചാരിച്ചല്ലേ ഉള്ളൂ. സുധാരേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരു 100 വട്ടം കൊന്നേനെ. എന്നാലും എന്നെ വേദനിപ്പിക്കാണ്ട് കൊല്ലണമെന്ന് പറയാൻ എന്താ കാരണം? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ ആദ്യം മാവിലെറിഞ്ഞ കല്ലില്ലേ, അയ്യോ വീണ്ടും ഒക്കെ വലിച്ചെറിഞ്ഞു എന്ന് ഞാൻ പറയായിരുന്നു.